എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1563 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ റോഷ്നി പ്രമോദ്, BHMS SCPH, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോഷ്നി ശ്രീകാന്ത് ഹോമിയോപ്പതി കൊടുങ്ങല്ലൂർ, കൺസൾട്ടന്റ് പ്രിഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചി, കൺസൾട്ടന്റ് സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ ആലുവ. 16 വർഷത്തിലകം അധികം ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. ഇന്നത്തെ വിഷയം മ്യാസങ്ങളുടെ നിഗൂഢതകൾ മാറ്റി എങ്ങനെ കൃത്യമായ മരുന്നുകൾ നിർദ്ദേശിക്കാം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ റോഷ്നി പ്രമോദിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം നൽകിയതിലും ഞാൻ പ്രത്യേകിച്ചും ധനേഷ് സാറിനോടും എന്നെ വെൽക്കം ചെയ്ത മറിയമ്മ മാഡത്തിനോടും എല്ലാം മറ്റൊരു വന്നിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും നന്ദി പറയുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഡീമിസ്റ്റിഫയിങ് മയാസംസ് ഫോർ പ്രിസ്ക്രിപ്ഷൻ ആക്യുറസി എന്നുള്ളതാണ്. അതായത് നമുക്കെല്ലാവരും പഠിക്കുന്ന കാലത്ത് തൊട്ട് മയാസത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിച്ചിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എപ്പോഴും മയാസംസിനെ കുറിച്ച് അറിയാൻ എപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ പ്രിസ്ക്രിപ്ഷനിൽ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം അതിന് ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുള്ളത് പ്രഫുൽ വിജയ്ക്കർ സാറിൽ നിന്നാണ്. അപ്പം സാറിൽ നിന്ന് ഞാൻ പഠിച്ചതും അതേപോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതോ അല്ലെങ്കിൽ സാറിൻ്റെ ബുക്സിൽ നിന്ന് വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം കുറച്ച് ബേസിക് തിയറീസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബേസിക് തിയറീസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിലെ ഏറ്റവും ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തിയറി എല്ലാവർക്കും അറിയുന്ന ഒരു തിയറിയാണ്. അതേപോലെ തന്നെ മറ്റൊരു തിയറിയാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ് എന്നുള്ളത്. അപ്പം ഇന്ന് പറയുന്ന ഓരോ കൺസെപ്റ്റും ഇതിനെ കൂടി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും പറയണത്. അപ്പം ഇപ്പം സെല്ലാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. അപ്പം സെല്ലിനെ കുറിച്ചാണെങ്കിലും വാട്ട് ഈസ് ട്രൂ ടു സെൽ അത് തന്നെ എല്ലാം ഹ്യൂമൻ ബീയിങ്ങിനും ട്രൂ ആണ്. അപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തി എന്നോ അല്ലെങ്കിൽ സെല്ലെന്നോ പറയുമ്പോൾ അത് ഇന്റർചേഞ്ചബിളി ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പിക്ചർ പോലെ വെദർ സെല്ലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലും എപ്പോഴും ജീവിക്കുന്നത് ഒരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റിലാണ്. അതായത് നമ്മളുടെ ചുറ്റും എല്ലാ സമയത്തും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റ് ഉണ്ട്. അതായത് ടോക്സിൻസ് ആയിട്ടോ നമ്മളുടെ ചുറ്റും ബാക്ടീരിയ ഉണ്ടാവാം, വൈറസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മെന്റൽ ഫിസിക്കൽ ട്രോമാസ്, മെന്റൽ ഇമോഷണൽ ട്രോമാസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റിലാണ് നമ്മൾ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ സെൽ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഈ വ്യക്തികൾ ഈ ഹോസ്റ്റൈൽ എൻവയോൺമെന്റിൽ എപ്പോഴും പ്രതിരോധിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കൊരു അതുകൊണ്ടാണ് നമുക്ക് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരിത്. അപ്പം ഏതൊരു സമയത്തും ഈ ഹോസ്റ്റൈൽ ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ എപ്പോഴും അൺഹെൽത്തി ആയിട്ടല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഹെൽത്തി ആയിട്ടും കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോഴാണോ ഈ ഒരു ഹോമിയോസ്റ്റാസിസ്, അതായത് ആ ഒരു നോർമൽസിയിൽ ഒരു ബ്രേക്ക് വരുന്നത്, അപ്പോഴാണ് നമുക്ക് ഡിസീസ് ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞിരുന്ന സെൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെൽത്തി സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഹെൽത്തി സ്റ്റേജിലുള്ള ഈ സെല്ലിന് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളുണ്ട്. വെദർ നമുക്കാണെങ്കിലും അല്ല സെല്ലിനാണെങ്കിലും ബേസിക് നീഡ് എന്ന് പറയുന്നത് എയർ, വാട്ടർ, ഫുഡ്, ഈ 3 കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 2-3 ദിവസം ജീവിക്കാൻ പറ്റുമായിരിക്കും. വെള്ളം ഇല്ലാതെ ചിലപ്പോൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ജീവിക്കാം.
എന്നാൽ എയർ ഇല്ലാണ്ട് നമുക്ക് കുറച്ചു നേരം പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ വെള്ളം ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നിനും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ ബേസിക് നീഡ്സ് ആയിട്ട് പറയുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ സൊമാലിയ പോലെയുള്ള രാജ്യത്ത് നല്ല ഭക്ഷണമോ അല്ലെങ്കിൽ നല്ല ഈ ബേസിക് നീഡ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവില്ല ആ വ്യക്തികൾക്ക്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതൽ എനിക്ക് എസ്റ്റീമാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരുടെ റെസ്പെക്റ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ കിടക്കാനുള്ള ഒരു സ്ഥലമാണ് വേണ്ടത് എന്നായിരിക്കില്ല പറയുന്നത്. അവർക്ക് അവരുടെ ബേസിക് നീഡ് എന്ന് പറയുന്ന ഭക്ഷണമായിരിക്കും വേണം എന്ന് പറയുന്നത്. അപ്പൊ അതേ രീതിയിൽ ഓരോ ബേസിക് നീഡ്സ്, അതായത് ഏറ്റവും ആദ്യമായിട്ട് എയർ വേണം എന്ന് പറഞ്ഞു, ഓക്സിജന്റെ അവൈലബിലിറ്റി, അത് കഴിഞ്ഞ് വെള്ളം, ഫുഡ്, അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മളുടെ ഈ നീഡ്സ് കടന്നു പോകുന്നത്. അപ്പം നമ്മളുടെ ഈ സെല്ലിന് ഈ ഓരോ നീഡ്സും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഈ ഹോസ്റ്റൈൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഹോസ്റ്റൈൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പം എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ ട്രോമയോ ഉണ്ടാവുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റാണ്ട് വന്ന് ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഈ ബേസിക് നീഡായിട്ടുള്ള എയർ, വാട്ടർ, ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്. ആ ഒരു സെല്ലിന് വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ന്യൂട്രീഷൻ. ആ ന്യൂട്രീഷനെ സാക്രിഫൈസ് ചെയ്യും. അതായത് അവിടെ ഒരു കോംപ്രമൈസ് വേണ്ടി വരുന്നു. ഓക്സിജൻ സപ്ലൈ, അതായത് സെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സെല്ലിലോട്ടുള്ള ഓക്സിജൻ, എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് ഈ ഓക്സിജൻ സപ്ലൈ അവിടെ കട്ട് ഓഫ് ആവും. അപ്പം ട്രാൻസിയന്റ്, അതായത് ചെറുതായിട്ടുള്ള ഒരു ഇസ്കീമിക് കണ്ടീഷൻ അവിടെ ഉണ്ടാവുന്നു, എയർ സാക്രിഫൈസ് ആവുന്നു, ഫസ്റ്റ് ബേസിക് നീഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കോംപ്രമൈസ് ആവുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഏറ്റവും ആദ്യം ഏതൊരു അസുഖവും നമുക്ക് ഉണ്ടാവുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ബയോകെമിസ്ട്രിയിലുള്ള ചേഞ്ച്. അതിനെ ആ ചേഞ്ചസിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷന്റെ സ്റ്റേജസ് ആയിട്ട് പെയിൻ, റൂബർ കാലർ ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പറയാറുള്ള കാര്യങ്ങൾ. അതായത് റെഡ്നെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആയിട്ടുള്ള പെയിനോ സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, ഇറിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവുന്നത്. നമ്മൾ പത്തോളജിയിൽ ഏറ്റവും കോമൺ ആയിട്ട്, അതായത് മോഡേൺ മെഡിസിനിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൽ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ഇഞ്ചുറിയോ ട്രോമയോ ഉണ്ടാവുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളുടെ ശരീരം എടുക്കുന്ന റെസ്പോൺസ് ആണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്, അതായത് ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഹോസ്റ്റൈൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ സെല്ല് അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസീസ് എന്ന് പറയുന്നത്. അത് 2 തരത്തിലാണ് മെയിൻലി ഉള്ളത്. ഒന്ന് പ്രൈമറി ഡിഫൻസ് എന്ന് പറയും, പിന്നെ രണ്ടാമത്തേത് സെക്കൻഡറി ഡിഫൻസ് എന്ന് പറയും. പ്രൈമറി ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജിക്കൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനായ ന്യൂട്രീഷൻ കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ബയോകെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അവിടെ വേണ്ട കറക്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഈ പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുമ്പോൾ സെക്കൻഡറി ഡിഫൻസ് ആയിട്ടുള്ള മോർഫോളജിക്കൽ ഡിഫൻസിലോട്ട് പോകും. ഈ മോർഫോളജിക്കൽ ഡിഫൻസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതായത് ഒന്ന് കൺസ്ട്രക്റ്റീവ് ഡിഫൻസ് മെക്കാനിസം, രണ്ടാമത്തേത് ഡിസ്ട്രക്ഷൻ. അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും, അതായത് ഹോർമോൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ വെള്ളമോ അങ്ങനെ എന്ത് പദാർത്ഥവും അക്യുമുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തിട്ടോ ഉണ്ടാകുന്നതാണ് കൺസ്ട്രക്ഷൻ. അതേപോലെ അവിടെയും നമ്മൾ മെഡിസിൻ കൊടുത്ത് കറക്റ്റായിട്ട് ഈ പ്രോസസ്സിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, അതായത് ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോകാം. ആ ഡിസ്ട്രക്റ്റീവ് ഡിഫൻസ് മെക്കാനിസമിലോട്ട് പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിന് ത്രെട്ട് ആകുമ്പോൾ ആ ലൈഫിനെ കംപ്ലീറ്റ് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി എടുക്കുന്ന മെക്കാനിസമാണ് ഒരു പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനോ അങ്ങനെ എന്തിനെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മുടെ ബോഡിയിൽ. അതായത് ഈ 3 പ്രോസസ്സ് മാത്രമേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുള്ളൂ ബേസിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ. പ്രൈമറി ഫിസിയോളജിക്കൽ എന്ന് പറയുന്നതും പിന്നെ സെക്കൻഡറിയിൽ 2 തരത്തിൽ, അതായത് മോർഫോളജിക്കൽ 2 തരത്തിൽ, കൺസ്ട്രക്റ്റീവ് എന്നും അതേപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള റെസ്പോൺസ്. ഇതിനെ തന്നെയാണ് നമ്മളുടെ, കാരണം ഹാൻമാന്റെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മെഡിസിൻ ഒന്നും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ബേസിക് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഹാൻമാൻ
ഈ രീതിയിലുള്ള ഒരു നോളജിന് ഒരു പേര്, ഇന്ന് നമ്മൾ അതിനെ ഫിസിയോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ മോർഫോളജിക്കൽ കൺസ്ട്രക്റ്റീവ് അങ്ങനെയൊക്കെ പേര് കൊടുത്തിരുന്നു. അന്നത്തെ കാലത്ത് ഹാൻഡ്മാൻ കൊടുത്തിരുന്ന പേരാണ് മയാസംസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മയാസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറ, സൈക്കോസിസ്, സിഫിലിസ്, ഇങ്ങനെ 3 മയാസംസ് ആണ് പറയുന്നത്. അതിന് മയാസംസ് എന്ന് പറഞ്ഞാൽ വേറൊരു പുതിയൊരു സംഭവം ഒന്നല്ല. ഈ നമ്മളുടെ ശരീരം ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് എഗെയിൻസ്റ്റ് പ്രതിരോധിക്കുമ്പോൾ ആ ഡിഫൻസ് മെക്കാനിസത്തെ, അതായത് പ്രതിരോധിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോറ, സൈക്കോസിസ്, സിഫിലിസ്. അതിൽ സോറ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ പ്രോസസ്സും സൈക്കോസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി മോർഫോളജിക്കലിലെ കൺസ്ട്രക്റ്റീവ് മെക്കാനിസം ആയിട്ടും, അതേപോലെ സിഫിലിസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ, അതായത് ഒരു പാർട്ടോ അല്ലെങ്കിൽ ടോട്ടലായിട്ടോ ലൈഫിന്റെ ഡിസ്ട്രക്ഷനോ ഉണ്ടാകുന്ന കണ്ടീഷൻ. അപ്പം ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡിഫൻസ് മെക്കാനിസത്തിനോടാണ് ഈ മയാസത്തെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം സോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ, സോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ലവ് ഫോർ ലൈഫ് എന്നുള്ളതാണ്. അതായത് നേരത്തെ ഏറ്റവും ആദ്യം ഡാർവിന്റെ തിയറി പറഞ്ഞപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഒരു സ്പീഷീസ് ആണെങ്കിലും ഒരു ജീവിയാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ, ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ആ ലൈഫിനോടുള്ള ലവ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് നിലനിൽക്കുള്ളൂ. അപ്പം സ്പീഷീസിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ലൈഫ് എവിടെ ഉണ്ടോ അതാണ് സോറ എന്ന് പറയുന്നത്. അപ്പൊ സോറയിൽ നമുക്ക് എപ്പോഴും ലവ് ഫോർ ലൈഫ് കാണാൻ പറ്റും. അതേ സമയത്ത് സിഫിലിസിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഈ ലൈഫിനോടുള്ള ആ ലവ് നഷ്ടപ്പെട്ട് ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഫിസിക്കൽ ഈ ഡിസീസ് പ്രോസസ്സ് വന്നു കഴിയുമ്പം ബേസിക് നീഡായിട്ട് നേരത്തെ പറഞ്ഞു എയർ, വാട്ടർ, ഫുഡ് വേണമെന്ന്. അതേ രീതിയിൽ മൈൻഡിലും നമുക്ക് നീഡ് ഉണ്ട്. അതായത് ലവ്, സപ്പോർട്ട്, അതേപോലെ തന്നെ എസ്റ്റീം എന്ന് പറയുന്ന 3. ഈ ബേസിക് നീഡ്സ് ആയിട്ടുള്ള എയർ, വാട്ടർ, ഫുഡ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി വരുന്ന നീഡ്സ് ആണ് ഏറ്റവും ആദ്യം നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് ലവ് വേണ്ടി വരും. അതിനുശേഷം കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ സപ്പോർട്ട് വേണം. നമ്മളുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലും ആ ഒരു നീഡ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടും ലവും എല്ലാം സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ലെവലായിട്ടുള്ള എസ്റ്റീം വേണം എന്നാവും. അതായത് നമുക്ക് റെസ്പെക്റ്റ് വേണം എന്നൊക്കെയുള്ള ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന്. അപ്പം ഓരോ ലെവലിൽ അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെയും ഹയർ ലെവലായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലോട്ടും ബാക്കിയുള്ളതിലോട്ടും പോകുന്നത്. അപ്പം ഒരു പേഴ്സന്റെ ലൈഫിൽ എവിടെയാണോ കോംപ്രമൈസ് ആയി പോകുന്നത്, അതായത് ലവ് എന്ന നീഡാണോ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ടാണോ അല്ലെങ്കിൽ എസ്റ്റീം ആണോ എന്നനുസരിച്ചിരിക്കും അവരുടെ നീഡ് സാറ്റിസ്ഫൈ ആവാതിരിക്കുന്നതും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതുമല്ല. അപ്പം അതനുസരിച്ച് ഒരു പേഴ്സണിൽ നോക്കുമ്പം അവരുടെ ഫിസിക്കൽ ഡിഫൻസ് എന്തൊക്കെയാണോ അതിന് പാരലായിട്ട് നമുക്ക് മെന്റൽ ഡിഫൻസും കാണാൻ പറ്റും. അപ്പൊ സോറയിൽ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ് കാണാമെന്ന് പറഞ്ഞു. അപ്പം സോറയിൽ അതിന്റെ ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ നോർമലായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മുറിവോ ഇഞ്ചുറിയോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഹെൽത്തി കണ്ടീഷനിൽ നമുക്ക് ആകെ ആ സ്കിൻ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഷാർപ്പ് ഒബ്ജക്റ്റിനോട് മാത്രമായിരിക്കും സെൻസിറ്റീവ് ആവുക. അല്ലാണ്ട് സാധാരണ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സാധാരണഗതിയിൽ. അതേ സമയത്ത് ഒന്ന് കൈ ഉരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ സെൻസിറ്റീവ് ആവും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ സോറ എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ഡ്രസ്സിന്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ ടച്ച് പോലും നമുക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ട് തോന്നും. അതാണ് സോറയുടെ ഫിസിക്കൽ ഡിഫൻസ് എന്ന് പറയുന്നത്. അതായത് സെൻസിറ്റിവിറ്റി ഇൻക്രീസ്ഡ് ആയിരിക്കും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്ന എല്ലാ അക്യൂട്ട് ഇൻഫ്ലമേഷൻസും. അതായത് അത് ഓരോ ലെവലിലായിട്ടാണ് നിൽക്കുന്നത്. അതായത് സ്കിന്നിലാണെങ്കിൽ നമുക്ക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ അഫക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെയും ഹയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രോങ്കൈറ്റിസ് ആയി, അല്ലെങ്കിൽ GIT-നെ അഫക്റ്റ് ആയി കഴിയുമ്പം ഗ്യാസ്ട്രൈറ്റിസ് ആയി, അങ്ങനെ ഓരോ ലെവൽ വൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് സോറയുടെ റെസ്പോൺസ് എപ്പോഴും ഈ ഐറ്റിസ് എന്ന് കാണുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആയിരിക്കും. അതേപോലെ തന്നെ സ്പാസ്മോഡിക് ആയിട്ടുള്ള പെയിൻ ആണ് മറ്റൊരു എക്സാമ്പിൾ. അതായത് പെട്ടെന്ന് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സോറയുടെ എപ്പോഴും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോളറ്റൈൽ ആയിരിക്കും. അതായത് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഒരു സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയായിരിക്കില്ല, വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ ഈ പെയിന്റെ നേച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് തിരിച്ച് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും സഹിക്കാൻ പറ്റുന്നതും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പെയിൻ ആയിരിക്കും സോറയുടെ പ്രത്യേകത.
അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് കൺവൽഷൻസ് എന്ന് പറയുന്നത്. കൺവൽഷൻസ് പല കാരണം കൊണ്ടുണ്ടാവും. അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണമുള്ള കൺവൽഷൻസ് ആണെങ്കിൽ അത് സോറിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രൈൽ ഫിറ്റ്സ് ഒക്കെ വരുമ്പോൾ സോറിക് ഇൻഫ്ലമേഷൻ ആണ്, വലിയ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, അത് ബോഡിയുടെ റെസ്പോൺസ് ആണ് എന്ന് പറയാനുള്ള കാര്യം. പക്ഷെ അതേപോലെ തന്നെ ഈ കൺവൽഷൻസ് ഇപ്പം നമ്മുടെ ബ്രെയിനിലുള്ള എന്തെങ്കിലും സ്പേസ് ഓക്യുപ്പൈയിങ് ലീഷൻസ് കാരണം, അതായത് ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും കാരണമാണ് വരുന്നതെങ്കിൽ അത് സൈക്കോട്ടിക് കൺവൽഷൻസ് ആയിരിക്കും. അതേപോലെ അൺകൺട്രോളബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാണ്ട് ഔട്ട് ഓഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകുന്ന രീതിയിൽ അത്രയും ഇന്റൻസിറ്റിയിൽ പോയി കഴിയുമ്പം നമ്മൾ അതിനെ സിഫിലിറ്റിക് ആയിട്ട് പറയും. അപ്പം ഏത് ഡിസീസ് ആണെങ്കിലും ഏത് കണ്ടീഷൻ ആണെങ്കിലും അതിലൊരു സോറിക് സ്റ്റേജും അതേപോലെ തന്നെ അതിന്റെ പത്തോളജിക്കൽ പ്രോസസ്സ് എന്താണെന്ന് അനുസരിച്ച് നമുക്ക് സൈക്കോട്ടിക് ആണോ സിഫിലിറ്റിക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിസിക്കൽ സിംറ്റംസിൽ സോറിക് ഇൻഫ്ലമേഷൻ അത് നിൽക്കുമ്പോൾ അതേ സമയത്ത് മൈൻഡിലും അതിന് പാരലൽ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് ആ പേഴ്സണും ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ഫീൽ ആവുന്ന ആൾക്കാർ, പെട്ടെന്ന് കരയുക, അതേപോലെ ഇറിറ്റബിൾ ആകുക, ഭയങ്കര ടെൻഷൻ ഉണ്ടാവുക, എന്ത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു ആകാംക്ഷ, ആ രീതിയിലുള്ള ദേഷ്യം വരിക. അതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കൺട്രോളിലായിരിക്കും നിൽക്കുന്നത്, അല്ലാണ്ട് ഒരു ലിമിറ്റ് വിട്ട് ഒരിക്കലും ഈ സിംറ്റംസ് പോവില്ല. എപ്പോഴും ഇൻ കൺട്രോളിൽ നിൽക്കുന്ന, ദേഷ്യപ്പെടാണെങ്കിലും അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. ഔട്ട് ഓഫ് ബൗണ്ടറി അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്നതെല്ലാം സിഫിലിറ്റിക് ആവും. ഇൻസെക്യൂരിറ്റി, എന്തെങ്കിലും ഞാൻ ചെയ്താൽ തെറ്റു പറ്റുമോ എന്നുള്ള തോന്നൽ, അതെല്ലാമാണ് സോറയുടെ മൈൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതായത് നമ്മളുടെ ഓരോ സെല്ലും അതിന്റെ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇന്ന് ജീവിക്കുന്നത്. അതായത് നമ്മളുടെ ഹാർട്ട് ആണെങ്കിലും നമ്മളുടെ ശ്വാസം എടുക്കുന്നതാണെങ്കിലും എല്ലാ വർക്കും നമ്മളുടെ ബോഡി കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആരോഗ്യവാന്മാരായിട്ട് ഓരോ കാര്യം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ബോഡി ഇതെല്ലാം ചെയ്യുന്നു. അത് അതിന്റെ ഡിലിജൻസ് ഉള്ളത് കൊണ്ടാണ് ആ സെല്ല് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യാണ്ട് വരുമ്പോഴാണ് പലപ്പോഴും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് അതൊരു ഡിസീസ് ആയിട്ട് മാറുന്നത്. അതേ രീതിയിൽ ഒരു വ്യക്തി കറക്റ്റായിട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി മടിയൊന്നും കൂടാതെയോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയോ അല്ലാണ്ട് സ്വയമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സണെ നമ്മൾ ഡിലിജന്റ് അല്ലെങ്കിൽ കോൺസെൻഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയും. അത് സോറിക് നേച്ചറാണ്. കാരണം ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാള് കൃത്യമായിട്ട് അവരുടെ വർക്ക് ചെയ്യണം. അപ്പം ഡിലിജന്റ് കോൺസെൻഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സോറിക് നേച്ചറാണ്. അടുത്തത് ഈ സോറയിൽ കൺട്രോൾ വരാതെ വരുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സൈക്കോസിസിലോട്ട് പോകുന്നത്. അതായത് നമ്മളുടെ ഈ ഹോസ്റ്റൈൽ എൻവയോൺമെന്റിൽ ഈ സെല്ല് ജീവിക്കുമ്പോൾ വീണ്ടും ഈ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ വരുമ്പം നമ്മളുടെ സെല്ല് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ എതിരെ പ്രതിരോധിക്കാനായിട്ട് അടുത്തൊരു മെക്കാനിസം എടുക്കുകയാണ്. അതായത് പ്രോലിഫറേഷൻ അല്ലെങ്കിൽ സിന്തസിസ് അല്ലെങ്കിൽ അക്യുമുലേഷൻ. അതായത് അതിൽ അങ്ങനെ 3 രീതിയിലായിട്ടാണ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുക. അതിൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യുക, അതായത് കുമിഞ്ഞു കൂടുക എന്ന് പറയുന്ന അവസ്ഥ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റിസ് പോലെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഡയബറ്റീസിൽ നമ്മളുടെ ഷുഗറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം സ്പാസം ഓഫ് വെസൽസ് കാരണം, അതായത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനൊന്നും പ്രോബ്ലം ഉണ്ടായിട്ടുള്ള കണ്ടീഷൻ അല്ല, അല്ലാണ്ട് ജസ്റ്റ് സ്പാസം കാരണം ഡയബറ്റിക്കിന്റെ ഷുഗറിന്റെ ലെവലിൽ വേരിയേഷൻ വരുന്നു. അപ്പം ഒരു തവണ നോക്കുമ്പോൾ നമ്മൾ പറയും 96 ആണ്, മറ്റൊരു തവണ നോക്കുമ്പോൾ 110 ആയി, 120 ആയി, ഇങ്ങനെ ഒരു വേരിയേഷൻ കാണുന്ന സ്റ്റേജ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ആസൈറ്റിസ് പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടീഷൻ. അതേപോലെ അവിടെ നമ്മുടെ ബോഡിയിൽ ഓരോ റീനൽ സ്റ്റോൺസ്, അതേപോലെ ഈച്ച് ആൻഡ് എവറി കണ്ടീഷൻസിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ബോഡി കാണിക്കും. ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേഞ്ചബിൾ ആയിരിക്കും. എപ്പോഴും ഒരേ രീതിയിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കാണ്ട് ഇതിലൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ അക്യുമുലേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ അക്യുമുലേഷൻ സ്റ്റേജിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതില് ഈ നമ്മൾ സോറയിൽ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഡൈനാമിക് സ്റ്റേജ്, അതായത് ആ ചേഞ്ചബിലിറ്റി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെ ഒരു ഫിക്സിഡിറ്റി വന്നിട്ടില്ല, എപ്പോഴും ആ ഒരു ചേഞ്ച് വന്ന സ്റ്റേജ് ആയതുകൊണ്ട് ഡൈനാമിക് സ്റ്റേജ് എന്ന് പറയും. ഈ ഡൈനാമിക് സ്റ്റേജ് ഓഫ് സൈക്കോസിസ്
സൈക്കോസിസിലും അതേപോലെ തന്നെ സോറയിലും നമ്മൾ എയിൽമെന്റ്സ് ഫ്രമ്മിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് നമ്മൾ ഓർഗനോണിൽ പഠിച്ചിട്ടുള്ള അഫോറിസത്തിൽ 5 പറഞ്ഞിരിക്കുന്ന പോലെ എക്സൈറ്റിംഗ് കോസ്, അതായത് എന്ത് കാരണം കൊണ്ടാണോ അവർ ഈ ഡിസീസ് കണ്ടീഷനിലോട്ട് പോയിരിക്കുന്നത് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റേജാണ് അക്യുമുലേറ്ററി സ്റ്റേജും അതേപോലെ തന്നെ സോറയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അക്യുമുലേഷനെ ഡൈനാമിക് സൈക്കോസിസ് എന്നാണ് പറയുന്നത്. അവിടെ അപ്പോഴും സോറയുടെ ഒരു പ്രഭാവം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിന്തസിസ് സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ബാക്കി പ്രോലിഫറേഷനോ അല്ലെങ്കിൽ സിഫിലിറ്റിക് മയാസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ എയിൽമെന്റ്സ് ഫ്രമ്മിന് ഇമ്പോർട്ടൻസ്, അതായത് കൊസേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പിന്നെ അഫോറിസം 5 പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫണ്ടമെന്റൽ മയാസം ഏതാണ്, അതായത് പത്തോളജിക്കൽ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റൂബ്രിക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അവിടെയും നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ പത്തോളജിക്കൽ പ്രോസസ്സ് മനസ്സിലാക്കി ആ പ്രോസസ്സിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സിന്തസിസിലോട്ട് പോകും. സിന്തസിസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് ഇലാസ്റ്റിൻ അതേപോലെ തന്നെ ഫൈബ്രിൻ എന്നൊക്കെ പറയുന്നത്. ഈ ഇലാസ്റ്റിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുക അല്ലെങ്കിൽ ഫൈബ്രിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ബ്ലഡ് വെസൽസിലോ അല്ലെങ്കിൽ നമ്മൾ ഈവൻ സ്കിന്നിൽ കാണാം. സ്കിന്നിൽ നമ്മളുടെ ഈ ഇലാസ്റ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൈയിന്റെ പുറം ഭാഗത്ത് ഒന്ന് പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം പ്രസ്സായി നിൽക്കുമെങ്കിലും അതിനുശേഷം നമ്മൾ കൈ മാറ്റി കഴിയുമ്പോൾ അത് തിരിച്ച് പഴയ സ്ഥിതിയിലോട്ട് തന്നെ മാറുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. എന്നാൽ ഇലാസ്റ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഓൾഡ് ഏജിൽ നമ്മൾ പിഞ്ച് ചെയ്യുമ്പോൾ അതേ രീതിയിൽ അവിടെ ആ ഞെങ്ങി നിൽക്കുന്നത്. അത് ഇലാസ്റ്റിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതേ രീതിയിൽ ബ്ലഡ് വെസൽസിലാണെങ്കിലും എല്ലാം ഈ ഇലാസ്റ്റിന്റെ പ്രസൻസ് ഉണ്ട്. ഈ ഇലാസ്റ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതാണ് ഇലാസ്റ്റിസിറ്റി എന്താണോ കൊടുക്കുന്നത് അതാണ് ഇലാസ്റ്റിൻ. അപ്പം ആ ഒരു റബ്ബർ ബാൻഡിന്റെ സ്ട്രെച്ച് പ്രത്യേകത അനുസരിച്ച് പോലെ തന്നെ ഈ ഇലാസ്റ്റിനുള്ള ടിഷ്യൂസോ അല്ലെങ്കിൽ ടെൻഡൻസോ എവിടെയാണെങ്കിലും അതിന് സ്ട്രെച്ച് ചെയ്യാനും അത് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് നോർമൽ പൊസിഷനിൽ എത്താനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു കഴിവുണ്ട്. എന്നാൽ ആ ഇലാസ്റ്റിന്റെ അളവ് കുറയുമ്പോൾ അതായത് ഇപ്പൊ ബ്ലഡ് വെസൽസിലാണ് അതിന്റെ ഇന്റിമേൽ ഈ ഇലാസ്റ്റിന്റെ അളവ് ഉണ്ട്. അതാണ് അതിന് ഈ ബ്ലഡ് വെസൽസിനൊക്കെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഈ സ്ട്രെച്ചിങ് എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യാനും തിരിച്ച് വെയിൻസ് വഴിയൊക്കെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഹാർട്ടിന് സാധ്യമാകുന്ന ഈ സ്ട്രെച്ച് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഇലാസ്റ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിലാക്സേഷൻ സംഭവിക്കും ഈ ബ്ലഡ് വെസൽസ്. അപ്പം റിലാക്സേഷന്റെ റിസൾട്ട് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ടോർച്ചസ് ആവും. അതാണ് നമ്മളെ വേരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത്. വേരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷനിൽ ഈ ഇലാസ്റ്റിന്റെ അളവ് കുറയുന്നു, അപ്പൊ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പൊ ഏറ്റവും ആദ്യം അവിടെ ബ്ലഡ് കെട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ ആ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൽ പെയിൻ ആയിട്ട് അനുഭവപ്പെടും. ആ സമയത്ത് കാരണം ആ ബ്ലഡ് അവിടെ പ്രഷർ ആ പോയിന്റിൽ പ്രഷർ കൊടുത്ത് നമുക്ക് പെയിൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക. അവിടെ ആ പെയിന് വേണ്ട കൺസിഡറേഷൻ കൊടുത്ത് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ ടോർച്ചസ് ആയിട്ട് അവിടെ ബ്ലഡ് കെട്ടി നിന്ന് പിഗ്മെന്റേഷനിലോട്ട് പോകും. അവിടെയും കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോഴാണ് പിന്നീട് അത് വേരിക്കോസ് അൾസറിലോട്ടും എല്ലാം പോകുന്നത്. ഇതേ ചേഞ്ചസ് ആണ് ഇവിടെയും നമ്മൾ കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോഴാണ് അത് ബ്ലഡ് വേരിക്കോസ് വെയിൻസി പോലെ തന്നെ ബാക്കിയുള്ള കണ്ടീഷൻ ആയിട്ടുള്ള പ്രൊലാപ്സ്, യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ റെക്ടൽ പ്രൊലാപ്സ് പോലെയുള്ള കണ്ടീഷൻ, അതേപോലെ ഈസി സ്പ്രെയിനിങ് ടെൻഡൻസി, നമ്മളുടെ പെട്ടെന്ന് ഒരു ജോയിന്റിന്റെ സ്പ്രെയിനോ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുക, ഇതെല്ലാം ആ ടെൻഡൻ മസിൽസ് അതിൻ്റെയൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. അതേപോലെ ഹെർണിയാസ് കാണുക, അതെല്ലാം ഇലാസ്റ്റിന്റെ ലെസ് കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ്. അപ്പം ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്നും മോർ ഇമ്പോർട്ടൻ്റ്, അതായത് ഡിസീസ് എപ്പോഴും അപ്രത്യക്ഷമാവുന്നില്ല, ഒരു സിസ്റ്റത്തിൽ നിന്നും ലെസ് ഇമ്പോർട്ടൻ്റ് നിന്ന് മോർ ഇമ്പോർട്ടൻറ്റിലോട്ടോ അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടൻ്റ് നിന്ന് ലെസ് ഇമ്പോർട്ടൻറ്റിലോട്ടോ പോവുക മാത്രമാണ് ഡിസീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ലെസ് ഇമ്പോർട്ടൻ്റ് നിന്ന് മോർ ഇമ്പോർട്ടൻറ്റിലോട്ടാണ് പോയെങ്കിൽ അത് റോങ് ഡയറക്ഷൻ ആയിട്ടും, അതല്ല മോർ ഇമ്പോർട്ടൻ്റ് നിന്ന് ലെസ് ഇമ്പോർട്ടൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഡയറക്ഷൻ ആയിട്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ മെഡിസിൻ ഒന്നും കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ റോങ് കണ്ടീഷൻ റോങ് അത് മാനേജ് ചെയ്യുമ്പം അത് എപ്പോഴും ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് നിന്ന് മോർ ഇമ്പോർട്ടൻറ്റിലോട്ട് ഡിസീസ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം ഇലാസ്റ്റിൻ, അപ്പം ഈ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഈ അതേപോലെ തന്നെ ഈ ഹെർണിയാസ് ഒക്കെ വരുമ്പോൾ മെഷ് ഒരുപാട് കാലം നിലനിന്നു, അതിനുശേഷം മെഷൊക്കെ ഇട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പം ആ സെയിം പ്രോസസ് നെക്സ്റ്റ് ഓർഗനെ എഫക്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നീട് നമ്മളുടെ കാർഡിയാക് വാൽവ്സിൽ അഫക്ഷൻ ആയിട്ട് വാൽവ് പ്രൊലാപ്സ് ആയിട്ടോ അതേപോലെ സ്റ്റിനോസിസ് അതേപോലെയുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത് കാണാം. ഇതാണ് ഇലാസ്റ്റിൻലെസ്. ഇവിടെയും കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ അതേ സെയിം എക്സാമ്പിൾ ആണ് നമുക്ക് പറയാവുന്നത് ഹെമറോയിഡ്സ്, റെക്ടൽ ഹെമറോയിഡ്സ് വരുമ്പോൾ കുട്ടികളിൽ ആദ്യം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് അവിടത്തെ വെസൽസിൽ ഇലാസ്റ്റിസിറ്റി, രക്തത്തിന് ആ ഇലാസ്റ്റിസിറ്റി ശരിക്കും ഇല്ലാതെ വരുമ്പം കോൺസ്റ്റിപ്പേഷൻ, ഇൻആക്ടിവിറ്റി ഓഫ് ബവൽസ് ഉണ്ടാവും. അതുവഴി നെക്സ്റ്റ് ആ കുട്ടി കോൺസ്റ്റിപ്പേഷൻ ആവും. അവിടെ കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പം അവിടുത്തെ വെസൽസ് എല്ലാം വീക്കായിട്ട് പിന്നെ ഹെമറോയിഡ്സിലോട്ട് പോകും. ആ ഹെമറോയിഡ്സ് കറക്റ്റ് ചെയ്യുമ്പം അവിടുത്തെ ആ പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ചെയ്യാണ്ട് ആ ഹെമറോയിഡ്സ് മാത്രം നോക്കി അതിനെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സർജറി വഴിയോ മറ്റു മെഡിസിൻ വഴിയോ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പം ആ പ്രോസസ്സ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മോർ ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആയിട്ടുള്ള ഹാർട്ട് പോലെയുള്ള ഹാർട്ടിന്റെ വാൽവ്സിനെ എഫക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിസീസ് പ്രോസസ്സ് നമ്മളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലെസർ ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ നിന്നും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് സെയിം പത്തോളജിക്കൽ പ്രോസസ്സ് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. ഇലാസ്റ്റിൻ ലെസ്സിന്റെ കണ്ടീഷൻ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പം നെക്സ്റ്റ് ഇലാസ്റ്റിൻ മോർ ആയിട്ടുള്ള കണ്ടീഷനിലോട്ട് വരും. ഇലാസ്റ്റിൻ മോർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ കോൺട്രാക്ഷൻ, സ്റ്റിനോസിസ് അല്ലെങ്കിൽ ഷോർട്ടനിങ് ഓഫ് ടിഷ്യൂസ്, മസിൽസ്, ടെൻഡൻസ്, ഓർഗൻസ് ഒക്കെ വരുന്നത്. അതായത് അതും നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഏറ്റവും ആദ്യം ടെൻഡൻസിലും മസിൽസിലൊക്കെ ഇപ്പൊ ഹാംസ്ട്രിങ് പുൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും ആ കോൺട്രാക്ഷൻ ഓഫ് ഒരു ടെൻഡൻ ഒക്കെ വരുമ്പം. അതേ രീതിയിൽ അവിടെ കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ അത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിലോട്ടോ മറ്റ് മോർ സിവിയർ ആയിട്ടുള്ള വാൽവിൽ ഉണ്ടാവുന്ന സ്റ്റിനോസിസിലോട്ടോ ബ്ലഡ് വെസൽസിലോ അതിലോട്ടൊക്കെ മാറാനുള്ള ടെൻഡൻസി കാണിക്കും. ഇനി ഇലാസ്റ്റിന്റെ ലെവൽ കറക്റ്റ് ചെയ്യാണ്ട് വരുമ്പം നെക്സ്റ്റ് ഫൈബ്രിന്റെ എക്സസോ അല്ലെങ്കിൽ ഫൈബ്രിൻ ലെസ് ആയിട്ടോ വരും. ഫൈബ്രിൻ കൂടുന്ന കണ്ടീഷനെ നമ്മൾ ഇൻജുറേഷൻ അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയും. അതായത് അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ചില കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ നമ്മളുടെ പാം വളരെ തിക്കായിട്ട് വരാം. അതായത് എക്സസ് ഫൈബ്രിന്റെ ഡെപ്പോസിഷൻ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള പ്രോട്ടീൻ ആണ്. അതായത് ഈ ഫൈബ്രിന്റെ പ്രസൻസ് ആണ് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഈ ഫൈബ്രിൻ ആണ് ഒരു ഗ്ലൂ പോലെ ആക്ട് ചെയ്ത് ആ മുറിവിനെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം എന്നാൽ അതിന്റെ അളവ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിക്നെസ്സും കൂടുതൽ കട്ടിയായിട്ട് ഫൈബ്രോസിസ് പോലെയുള്ള കണ്ടീഷൻ വരും. അതായത് ലങ്സിലൊക്കെ ഫൈബ്രോസിസ് വരാ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് വരാ. അങ്ങനെ എവിടെയും തിക്കനിങ്ങോ ഇഞ്ചുറേഷനോ വരുന്ന കണ്ടീഷനെ നമ്മൾ ഫൈബ്രിൻ എക്സസ് പറയും. അപ്പം ഈ ഫൈബ്രോസിസ് ഒക്കെ ഓഫ് ലങ്സ് ഒക്കെ വരുമ്പോഴുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്ടിക് ആണ് എന്ന് പറയുകയാണെങ്കിൽ പോലും അത് എപ്പോഴാണോ ലങ്സിന്റെ പാരൻകൈമേനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അപ്പൊ അവിടെ അത് സൈക്കോട്ടിക്കിൽ നിന്നും സിഫിലിറ്റിക്കിലോട്ട് പോകുന്ന സ്റ്റേജ് ആവും. അതിനെ നമ്മളപ്പം സൈക്കോസിഫിലിറ്റിക് മയാസമായിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഡിസ്ട്രക്ഷൻ എവിടെ എത്തി തുടങ്ങി കഴിഞ്ഞാൽ അത് സിഫിലിസിലോട്ട് പോകും. അതുവരെയുള്ള ആ സൈക്കോട്ടിക് ആ ഗ്രോത്ത് അല്ലെങ്കിൽ ആ തിക്കനിങ് അല്ലെങ്കിൽ ഇഞ്ചുറേഷനെയാണ് നമ്മൾ ഫൈബ്രിൻ മോർ അല്ലെങ്കിൽ അതായത് എക്സസ് ആയിട്ടുള്ള സൈക്കോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഫൈബ്രിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയലറ്റേഷൻ ആയിട്ട് വരും. ഏത് ടിഷ്യൂസിലോ ടെൻഡൻസിലോ എവിടെയാണെങ്കിലും ഈ ഡയലറ്റേഷൻ ഉണ്ടാവുമ്പം നമ്മൾ അതിനെ ഫൈബ്രിൻ ലെസ് എന്ന് പറയും. അതിന്റെ ഉദാഹരണമാണ് ഇപ്പം ഈവൻ ഹാർട്ടിലത്തെ മസിൽസിൽ ഡയലറ്റേഷൻ ഉണ്ടാവാം, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയലറ്റേഷൻ ഓഫ് ഓസ്, സർവിക്കൽ, അവിടെ ബലമില്ലാണ്ട് വരുമ്പം ആ ഏരിയയിൽ മിസ്കാരിയേജ് ഉണ്ടായി കഴിയുമ്പോൾ അത് സിഫിലിറ്റിക് ആവും. അതുവരെ അവിടെ വീക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫൈബ്രിൻ ലെസ് ആയിട്ടുള്ള പത്തോളജിക്കൽ പ്രോസസ് ആണെന്ന് പറയും. അതിനെ കറക്റ്റ് ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ വെച്ച് ആ പ്രോസസ്സ് മാത്രം കറക്റ്റ് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് മോർ ഇമ്പോർട്ടൻ്റ് ഓർഗനിലോട്ട് പോകും. ഇതാണ് സൈക്കോസിസ് മയാസം എന്ന് പറയുന്ന അതിന്റെ ഫിസിക്കൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിഫെൻസ് മെക്കാനിസം ഇതിൽ നിൽക്കുമ്പോൾ അതിന് പാരലൽ ആയിട്ടുള്ള മൈൻഡിലും ചേഞ്ചസ് ഉണ്ടാവും. അതായത് നേരത്തെ പറഞ്ഞു ഫൈബ്രിൻ ഇലാസ്റ്റിൻ ലെസ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് അവിടെ എല്ലാം ലൂസനിങ് ആയിട്ടും ടോർച്ചസ് ആയിട്ട് വെരിക്കോസ് വെയിൻ ഒക്കെ വരുമ്പോൾ അവിടെ ആകെ ലൂസായിട്ട് അതിന്റെ ആ ഇലാസ്റ്റിസിറ്റി ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ. അതേ സമയത്ത് തന്നെ മൈൻഡിലും ആ പേഴ്സൺ അപ്പം ഒരു ഫ്രിവലസ് ആയിട്ടുള്ള, അതായത് ഗോലക്കി, ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് പ്രോബ്ലം ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും. ലെസ് ആകുമ്പോൾ കവേർഡ് ആയിരിക്കും. അതേപോലെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി,
ടിമിഡിറ്റി, ഫിയർ, അതൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഉണ്ടാവുക. അതേപോലെ ആ പേഴ്സൺ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് ഉൾവലിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ലെസ് ആവുമ്പം, സൈക്കോസിസ് ലെസ് ആയിട്ട് വരുമ്പോൾ. അതേ സമയത്ത് ഈ സൈക്കോസിസ് എക്സസ് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ കൂടുതലും ഡിക്റ്ററ്റോറിയലും അതേപോലെ കൂടുതൽ ഷോ ഓഫിലോട്ട് പോകുന്ന വ്യക്തി, ബോസ്റ്റ് ചെയ്യുക, ഫോപ്പിഷ് നേച്ചർ. അപ്പം എന്താണോ ഫിസിക്കൽ പ്രോസസ്സ് നടക്കുന്നത് അതിന് പാരലായിട്ട് മൈൻഡിലും നമുക്ക് അതേ രീതിയിലുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പം ബോഡിയിൽ എന്തൊക്കെയാണോ ബോഡിയിൽ ട്രൂ അതൊക്കെ തന്നെ നമ്മൾ മൈൻഡിലും ട്രൂ ആണ്. അപ്പം നമ്മൾ ഒരു ഫിസിക്കൽ കണ്ടീഷനായിട്ട് വരുമ്പം എന്താണോ ഫിസിക്കലി നമ്മൾ കാണുന്നത് അതിന് പാരലായിട്ടുള്ള മൈൻഡ് സിംറ്റവും കൂടി എടുക്കുമ്പം രണ്ടും, അതായത് ഈ പത്തോളജിക്കൽ പ്രോസസ്സും മൈൻഡിൽ ഉണ്ടാവുന്ന അവരുടെ ചേഞ്ചസും മാച്ച് ചെയ്ത് നമ്മൾ ആ രീതിയിൽ മെഡിസിൻ കൊടുക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മയാസ്മെറ്റിക് പ്രിസ്ക്രിപ്ഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന്റെ ഉദാഹരണമാണ് സൈക്കോസിസ് എക്സസിൽ ആങ്കർ നോക്കുകയാണെങ്കിൽ ആങ്കർ കോൺട്രാഡിക്ഷൻ, ആങ്കർ ഈസിലി. കാരണം ആ സൈക്കോട്ടിക് സ്റ്റേജിലുള്ള പേഴ്സന്റെ അല്ലെങ്കിൽ ആ സെല്ലിന്റെ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വീക്കാണ്, ഇനി ഞാൻ ഈ വീക്ക്നെസ്സിന് വേണ്ട കറക്റ്റ് ചെയ്തില്ല എങ്കിൽ ഈ ഹോസ്റ്റൈൽ വേൾഡിൽ അറ്റാക്കോട് കൂടി ഞാൻ പെറിഷ്ഡ് ആയി പോകും എന്നുള്ള തോട്ട് പ്രോസസ്സാണ് സൈക്കോസിസ് സ്റ്റേജിൽ വരുന്നത്. അപ്പം അവർ ഗൊറില്ല ടാക്ടിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു അവർക്ക് അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരൊരു ഫോൾസ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അതാണ് അവർ ഫോപ്പിഷ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ കവേർഡ് ഐ സ്ട്രെയിറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിക്റ്റോറിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ആയിട്ട് കാണിക്കുക. അത് കമ്മ്യൂണിക്കേറ്റീവ് എക്സ്പാൻസീവ്, നമ്മൾ ലൊക്കേഷ്യസ് ആയിട്ട് പറയുന്നത് സൈക്കോട്ടിക് സിംറ്റം ആണ്. അതായത് ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലോട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം, ചെറിയൊരു കാര്യം പറയണമെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. അതേപോലെ ഒരുപാട് സ്വയം പൊക്കി സംസാരിക്കുക. ഉള്ളിൽ ഭയങ്കര കവേർഡൈസ് നേച്ചർ ആയിരിക്കും. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര നിസ്സാര കാര്യത്തിനൊക്കെ ദേഷ്യം കാണിക്കും. ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടില് അമ്മയുടെ അടുത്തും അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിന്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് വഴക്കടിക്കും. എന്നാൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. നമ്മൾ പറയും ഹാർഡ് ഓൺ ഇൻഫീരിയേഴ്സ് ആൻഡ് സോഫ്റ്റ് ഓൺ സുപ്പീരിയേഴ്സ് എന്ന് പറയുന്ന ഇതെല്ലാം അവരുടെ ആ സൈക്കോസിസ് എക്സസ് ആയിട്ടുള്ള നേച്ചറാണ്. അതേ സമയത്ത് തന്നെ സൈക്കോസിസ് ലെസ് ആയി കഴിയുമ്പം അവര് സ്വയം ഉൾവലിയാൻ നോക്കും, ലൈം ലൈറ്റിലൊന്നും വരാണ്ട് മറിഞ്ഞു നിൽക്കുക. അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു നേച്ചറാണ് ഇൻഡിഗ്നേഷൻ, അതായത് റൈറ്റിയസ് ആങ്കർ എന്ന് പറയും. എന്തെങ്കിലും ഒരു ആരെങ്കിലും മോശപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാലും അവർ പ്രതികരിക്കില്ല. കാരണം അവർ ഉള്ളിൽ ഒതുക്കാനും തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും അവർ ആ എക്സ്പ്രഷൻസ് എല്ലാം പുറത്ത് കാണിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിഞ്ഞാൽ പോലും അതനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ കാണിക്കാനോ ആരെങ്കിലും ലൗഡ് വൺസിന്റെ ഡെത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രീഫ് കാണിക്കാനോ ഒന്നും അവര് മുതിരില്ല. അവരെപ്പോഴും ഉള്ളിൽ ഒതുക്കി, വിഷമം ഒതുക്കി, സ്വയം ഉള്ളിൽ വലിഞ്ഞ് പുറത്തൊന്നും എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അതാണ് സൈക്കോസിസിന്റെ മൈൻഡ് പിക്ചർ. നെക്സ്റ്റ് സിഫിലിസ് എന്ന് പറയുന്നത് അവിടെ, അതായത് സൈക്കോസിസിലും ആ ഒരു ഹോസ്റ്റൈൽ എൻവയൺമെന്റിനെ ഓവർകം ചെയ്യാനോ അതിന് വേണ്ട കറക്റ്റ് ആ പ്രോസസ്സിനെ ട്രീറ്റ് ചെയ്യാനോ പറ്റാതെ വരുമ്പം നെക്സ്റ്റ് മോഡ് എടുക്കുന്ന, നമ്മുടെ സെല്ല് എടുക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. അവിടെ എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതിൽ ഫിസിക്കൽ ഡിഫൻസ് ആണ് ഏതെങ്കിലും ഒരു പാർട്ടിനെ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് ഫുഡ് ഒക്കെ വരുമ്പം ഡയബറ്റീസിന്റെ അളവ് കൂടി ഏറ്റവും ലാസ്റ്റ് ഒരു പാർട്ടായിട്ടുള്ള നെക്രോസിസ് ഉണ്ടാവുക, ഗാംഗ്രീനോ അല്ലെങ്കിൽ അൾസറോ ഒക്കെ വന്നു കഴിയുമ്പം നമ്മൾ ഫിസിക്കൽ ഡിഫൻസ് ആയിട്ടുള്ള നെക്രോസിസ് ഉണ്ടായി ഒരു പാർട്ടിനെ സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുന്ന കണ്ടീഷൻ വരും. ഇനി പാർട്ടിനെ സാക്രിഫൈസ് ചെയ്യുന്ന അവിടെയും കറക്റ്റ് ആവാണ്ട് വരുമ്പം മൊത്തത്തിലുള്ള സെൽ ഡിസ്ട്രക്ഷൻ തന്നെ ഉണ്ടാവാം. അതിനെ നമ്മൾ അപ്പോലൈസിസ് എന്ന് പറയും. അത് രണ്ട് തരത്തിലുണ്ട്. ഫാസ്റ്റ്ലി മൂവ് ചെയ്യുന്ന സെൽ ഡെത്തും ഉണ്ടാകാം, അതേപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള സെൽ ഡെത്ത്. ഫാസ്റ്റ്ലി മൂവിങ്ങിന്റെ എക്സാമ്പിൾ ആണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് പോലെ ഉള്ള അസുഖങ്ങൾ. അവിടെ വളരെ സിഫിലിറ്റിക്കിന്റെ സ്പീഡ് തന്നെ കൂടിയിട്ടുണ്ടാവും, പെട്ടെന്നാണ് ഈ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവുക. അതേപോലെ സ്ലോ സെൽ ഡെത്ത് ഉണ്ടാവുന്ന ക്യാൻസർ പോലെയുള്ള കണ്ടീഷനിൽ ഡിസീസ് സ്ലോലി പ്രോഗ്രസിങ് ആയിരിക്കും. തുടങ്ങിയിട്ട് ഒരുപാട്, അതായത് ബ്രസ്റ്റ് ക്യാൻസറോ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും തുടങ്ങുന്നത്. നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഹോർമോൺ ഡിപ്പെൻഡന്റ് ആയിട്ടും അതേപോലെ തന്നെ P53 മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്ന, അതായത് ഈ കാർസിനോജിക് നമ്മളുടെ ഒരു സെല്ലിന്റെ ഗ്രോത്തിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ് P53 എന്ന് പറയുന്നത്. ഈ ജീനിന് മ്യൂട്ടേഷൻ നടന്നു കഴിയുമ്പോഴാണ്
ആ സെല്ലിന്റെ എക്സസീവ് ഡെവലപ്മെന്റ് ആവാത്ത അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള സെല്ലിനെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന കണ്ടീഷനും വരും. അപ്പം ആ സാധാരണഗതിയിൽ P53 അതിനെ കൺട്രോൾ ചെയ്ത് ഹെൽത്തി സെൽസിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ തരുള്ളൂ. അങ്ങനെ ഹെൽത്തി സെല്ല് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ആ ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി സെല്ലാണെങ്കിലും റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാം അത് പ്രൊമോട്ട് ചെയ്യും. ആ ബ്രേക്ക് അവിടെ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനാണ് P53 മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവുന്നത്. അതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതേപോലെ മറ്റൊരു സ്ലോ സെൽ ഡെത്ത് നടക്കുന്ന കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE പോലെയുള്ള കണ്ടീഷൻ. അതായത് നമ്മുടെ സെൽസ് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ ബോഡീസ് തന്നെ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, നമ്മളുടെ ഹെൽത്തി സെല്ലിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതൊരു സിഫിലിറ്റിക് കണ്ടീഷനാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പോലീസോ അല്ലെങ്കിൽ നമ്മളുടെ സോൾജിയേഴ്സ് ഒക്കെ പറയുന്നത് നമ്മളുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനും ടെററിസ്റ്റിന്റെയോ ബാക്കിയുള്ളവരുടെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോൾജിയേഴ്സും ഇവരെല്ലാം ഉള്ളത്. പക്ഷെ അവര് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിന് ഇക്വലന്റ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഏത് ഇതാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവര് നമ്മൾക്ക് എഗെയിൻസ്റ്റ് തന്നെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം അതില് മൈൻഡ് നോക്കുകയാണെങ്കിൽ അതാണ് ഫിസിക്കൽ കണ്ടീഷൻസ് വരുന്നത്. ഈ സിഫിലിറ്റിക് കണ്ടീഷനിൽ മൈൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ അതേ സെയിം രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവും. അതായത് അവരുടെ വില്ല് നോക്കിയാലും ഇന്റലക്ട്, മോറൽസ് എല്ലാം നോക്കിയാൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ടാവും. എവിടെയാണോ ഡിസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ സിഫിലിറ്റിക് മയാസം സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. അതായത് വിൽ നോക്കുകയാണ് എങ്കിൽ അവരുടെ വിൽ പവർ, അതായത് ഒരു പേഴ്സൺ കവേർഡ് ആണോ അല്ലെങ്കിൽ ആ പേഴ്സൺ സ്ട്രോങ് മൈൻഡ് ഉള്ള ആളാണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന അവരുടെ വിൽ പവർ അനുസരിച്ചാണ് ഒരു ഡിസിഷൻ എടുത്താൽ നിൽക്കുമെന്ന്. അത് അൺപ്രഡിക്റ്റബിൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് എപ്പോഴും ഓക്വേർഡ് ആയിട്ടുള്ള, ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ, അതായത് വേണ്ട റിയാക്ഷനെക്കാട്ടിലും കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പം അത് നമ്മൾ സിഫിലിറ്റിക് ആയിട്ട് പറയും. അതേപോലെ അവരുടെ ഇന്റലക്റ്റിൽ ഉണ്ടാകുന്ന, അതായത് കറക്റ്റായിട്ട് ചെയ്യേണ്ട, അതായത് ഇപ്പം ലവ് ആണ് എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു പേഴ്സണിന് ലവ് ഉണ്ടാവുക ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തും അതേപോലെ നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തായിരിക്കും. എന്നാൽ അവിടെ ഒരു ഇൻഡിസ്ക്രീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലവ് ഉണ്ടാവും, പക്ഷെ അത് ടു സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആനിമൽസിന്റെ അടുത്തും പ്ലാന്റ്സിന്റെ അടുത്തായിരിക്കും, പക്ഷെ സ്വന്തം ഫാമിലിനെ നിഗ്ലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ്. അതായത് എവിടെയാണോ ലവ് അല്ലെങ്കിൽ കറേജ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമോഷൻസ് കാണിക്കേണ്ടത് അവിടെ കാണിക്കാണ്ട് അബ്നോർമൽ ആയിട്ട് മറ്റു സ്ഥലത്ത് കാണിക്കുന്നതിനാണ് നമ്മൾ ഇൻഡിസ്ക്രീഷൻ എന്ന് പറയുന്നത്. അപ്പം അത് സിഫിലിറ്റിക് ആണ്. അതേപോലെ മോറൽസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ക്രിമിനൽസ് ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഈ ക്രിമിനൽ ആയിട്ടുള്ള നേച്ചർ കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലസീവിയസ് നേച്ചർ, ലൂഡ്, ഒബ്സിൻ, പബ്ലിക്കിന്റെ മുന്നിൽ സാധാരണഗതിയിൽ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് മോശമാവും എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് സാധാരണഗതിയിൽ ലസീവിയസ്, സൈക്കോട്ടിക് മയാസത്തിലുള്ള ലസീവിയസ്, ലൂഡ് നേച്ചർ അവർ കൺട്രോൾ ചെയ്തിട്ട് എക്സസ് ഒബ്സീൻ ആവാണ്ടിരിക്കുന്നത്. പക്ഷെ സിഫിലിറ്റിക് മയാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഔട്ട് ഓഫ് കൺട്രോൾ ആവും. പിന്നെ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുവോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുവോ, എന്നെ മോശമാക്കി പറയുമോ, ഇങ്ങനത്തെ ഉള്ള ആ ഒരു ബാരിയർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ്. അതില് അവരുടെ സ്പീച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹേസ്റ്റി ആയിട്ട് നമുക്ക് തിരിയാത്ത രീതിയിൽ, അതേപോലെ അവർ സംസാരിക്കുമ്പോൾ ഒരു ജെർക്ക് കാണാൻ പറ്റും, അതേപോലെ ഓക്വേർഡ്നെസ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം സിഫിലിറ്റിക് മയാസമാണ്. ഇതെല്ലാം ഓരോ മൈൻഡിന്റെ ഇമോഷൻ ആണെങ്കിലും ഈ സിംറ്റംസ് അറിഞ്ഞിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റ് നമ്മൾ സിഫിലിറ്റിക് ഡിസീസ് ആയിട്ട് ഒരു പേഴ്സൺ വരുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിഫിലിറ്റിക് റൂബ്രിക്സ് എടുത്ത് നമ്മൾ മെഡിസിൻ കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്യൂവറിലോട്ട് വരുത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവിടെ ആ ഒരു ഡിസീസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ ആവും. ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മളുടെ മൈൻഡിലും ആ ഒരു ചേഞ്ച്, ആ ഒരു നേച്ചർ വന്നിട്ടുണ്ടാവും. അപ്പം ഇത് രണ്ടും മാച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇമോഷൻസ് നോക്കിയാൽ ഇമോഷൻസും ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. അതായത് അതിന്റെ ഏറ്റവും ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക, ഇപ്പം നമ്മളെ കാറിന്റെ വീലും അതേപോലെ സ്റ്റിയറിംഗും കണക്റ്റഡ് ആണ്.
അപ്പം നമ്മളുടെ കൺട്രോളിലായിരിക്കും കാറ് നമ്മൾ ഓടിക്കുമ്പം നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് തിരിയണം എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഈ വീലും സ്റ്റിയറിംഗ് തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും? നമ്മൾക്ക് പിന്നെ ഒന്നും ഏത് ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ എങ്ങനെ പോകും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഓട്ടോമാറ്റിക് മോഷൻ അനുസരിച്ചിട്ടായിരിക്കും എത്തുക. അത് ഡിസ്ട്രക്ഷനിലോട്ടും ഡെത്തിലോട്ടും ആയിരിക്കും ചെന്ന് എത്തുക. അപ്പൊ അതേ രീതിയിലായിരിക്കും ഈ പേഴ്സന്റെ ഇമോഷൻസും ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിയുമ്പോൾ ഇമോഷൻസ് ആയിരിക്കും കൺട്രോൾ ചെയ്യുക. ചെറിയൊരു നിസ്സാര കാര്യം മതിയായിരിക്കും അവരുടെ ഇമോഷൻസ്. ആങ്കർ ഒക്കെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അതൊരു ഈവൻ ചെറിയൊരു ഇൻസൾട്ടിൽ നിന്നും ഒരാളെ കൊല്ലാൻ വരെ റെഡിയാവുന്ന, അതായത് ഔട്ട് ഓഫ് കൺട്രോളിലോട്ട് പോകുന്ന കണ്ടീഷനാണ് ഇമോഷൻസിൽ വരിക. അപ്പൊ ഇതാണ് മൈൻഡിലുള്ള ജനറൽ പിക്ചർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് അഫോറിസത്തിലും ഹാൻഡ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഹാൻഡ്മാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ പറയും അഫോറിസം എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളത്. പക്ഷെ അഫോറിസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഹാൻഡ്മാൻ ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുക. അതായത് ഈ അഫോറിസത്തിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡിസീസസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വൈറ്റൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പറയുന്നു. അതായത് എല്ലാവരിലും ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് ഇന്ന് അറിയാം. ജീനാണ് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും നേച്ചർ തൊട്ട് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ വൈറ്റൽ ഫോഴ്സിന്റെ വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഒരു റെവല്യൂഷൻ, അതായത് ഒരു ചേഞ്ച് 3 രീതിയിൽ വരുത്തും എന്നാണ് ഹാൻഡ്മാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി സാക്രിഫൈസ് ചെയ്യും, അല്ലെങ്കിൽ അത് എക്സസ് ഡിഗ്രിയിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ ഏറ്റവും ആദ്യം സോറയുടെ പിക്ചറായിട്ട് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി, ഇറിറ്റബിലിറ്റി, സെൻസിബിലിറ്റി അതിലെല്ലാം കോംപ്രമൈസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഡയലറ്റേഷനോ കോൺട്രാക്ഷനോ റിലാക്സേഷനോ ഇഞ്ചുറേഷനോ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസിസ്, അതിൽ ഫൈബ്രിൻ ലെസ് അല്ലെങ്കിൽ ഫൈബ്രിൻ എക്സസ്, അതേപോലെ ഇലാസ്റ്റിൻ ലെസ് അല്ലെങ്കിൽ ഇലാസ്റ്റിൻ എക്സസ് ഉണ്ടാവുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. അതാണ് സൈക്കോസിസ് മയാസം എന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് സർട്ടൻ പാർട്സ്. ഏതെങ്കിലും ഒരു ഭാഗം ഡിസ്ട്രോയ് ആവുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഓർഗാനിസത്തിന്റെ പെറിഷ്മെന്റ്, ഡിസ്ട്രക്ഷൻ ഉണ്ടാവുക, ലൈഫിന് തന്നെ ഡേഞ്ചർ ഉണ്ടാവുക. അപ്പം ഈ അതിനെയാണ് നമ്മൾ സിഫിലിറ്റിക് മയാസം എന്ന് പറയുന്നത്. ഈ 3 ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഹാൻഡ്മാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിന് എക്സ്പ്ലനേഷൻ ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഇന്നത്തെ മോഡേൺ മെഡിസിനുമായിട്ട് ജോയിൻ ചെയ്തിട്ട്, അതായത് അതുമായിട്ട് മാച്ച് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹാൻഡ്മാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞതിനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് നമ്മൾ കൂടുതലും സോറ കാണുമായിരുന്നു, കുറച്ചൊരു മിഡിൽ ഏജ് ആയി കഴിഞ്ഞാൽ സൈക്കോസിസ് കാണും, പ്രായമായവരിൽ സിഫിലിസ് കാണുമായിരുന്നു. അതായത് കുട്ടികളെ മിക്കവാറും വരുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക് വരുന്ന അസുഖം സോറിക് ഡിസീസ് ആയിരിക്കും. തുമ്മലോ ജലദോഷമോ പനി അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് വരും. അതും അല്ലെങ്കിൽ ചെറിയ ഇൻഫ്ലമേഷൻസ് ആയിട്ടുള്ള വയറുവേദനയോ ഗ്യാസ്ട്രൈറ്റിസ്, അങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് ടോൺസിലൈറ്റ്, അഡിനൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് കുട്ടിക്കാലത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ആയി കഴിയുമ്പോൾ നമ്മൾ പറയും BP, അതേപോലെ തന്നെ ഡയബറ്റിക് കണ്ടീഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും റീനൽ സ്റ്റോണോ അതേപോലെയുള്ള കണ്ടീഷൻ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണും എന്ന് പറയും. അത് കഴിഞ്ഞ് ഓൾഡ് ഏജിലായി കഴിയുമ്പോഴാണ് നമ്മൾ മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് വരിക. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഹാർട്ട് ഡിസീസോ ആ രീതിയിൽ കൂടുതൽ ഇതിലോട്ട് പോകും എന്ന് പറഞ്ഞിരുന്നു. ഇതായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് നമ്മളുടെ ഒരു ബേസിക് കൺസെപ്റ്റ്. എന്നാൽ കാലഘട്ടം ഇങ്ങനെ മുന്നേ, അതായത് ഹാൻഡ്മാന്റെ കാലത്തായിരുന്നു ഇത് കൂടുതലും പ്രോമിനന്റ് ആയിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അന്ന് ഹാൻഡ്മാനൊക്കെ ഈ ഓർഗനോണൊക്കെ എഴുതിയിരുന്ന സമയത്ത് കൂടുതലും സോറിക് ഡിസീസസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഓർഗനോണിൽ കൂടുതലും സോറിക് ഡിസീസസിനെ കുറിച്ചാണ് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി സൈക്കോസിസ് ഡിസീസും അതേപോലെ സിഫിലിറ്റിക് കണ്ടീഷൻസും കുറവാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഉള്ള നെക്സ്റ്റ് പ്രോഗ്രസീവ് സ്റ്റേജിൽ സൈക്കോട്ടിക് ഡിസീസസ് നമ്മൾ കൂടുതൽ കാണാൻ തുടങ്ങി. അതായത് ചെറിയ കുട്ടികളിൽ വരെ ഡയബറ്റിസ് കാണുക, അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ പ്രഷർ കൂടുക, അങ്ങനെ ആ ഒരു സ്റ്റേജ് സൈക്കോസിസ് നേരത്തെ വരാൻ തുടങ്ങി. ചെറിയ കുട്ടികളിൽ റീനൽ സ്റ്റോൺ ആയിട്ട് കൊണ്ടുവരിക, അതേപോലെ വേരിക്കോസ് വെയിൻസ് ആണെങ്കിലും ബാക്കി റെക്ടൽ ഹെമറോയിഡ്സ് ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണാൻ തുടങ്ങി. അതായിരുന്നു പിന്നീട് ഉണ്ടായ ചേഞ്ച്.
അതിൽ നിന്നും മാറി വീണ്ടും ഇപ്പോൾ സിഫിലിറ്റിക് കണ്ടീഷൻസ് കൂടുതൽ പ്രോമിനന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോഴത്തെ സ്റ്റേജിൽ ആ ഒരു പ്രോഗ്രഷനിൽ തന്നെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കാരണം ജനിക്കുന്ന കുട്ടികളിൽ തന്നെ കൺജനിറ്റൽ ഡിസീസ്, ഓട്ടിസം, അതേപോലെയുള്ള സിഫിലിറ്റിക് കണ്ടീഷൻസ് ഇന്ന് മോർ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇതിന്ന് യൂണിവേഴ്സിൽ തന്നെ നമുക്ക് ഈ ഒരു ചേഞ്ച് കാണാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അതാണ് കോമൺലി പറഞ്ഞത്. ഇനി നമ്മൾ ഡിസീസ് കണ്ടീഷന്റെ വേറൊരു സ്റ്റേജ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനാണ് ഈ ഡിസീസ് എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാം ട്രാൻസ്ഫർ ആയിട്ട് നമ്മളുടെ പാരൻസിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ജീനാണ്. അപ്പം ജീൻ എന്താണോ നമുക്ക് മെസ്സേജ് തരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ജീൻ എന്ന് നമുക്ക് പറയാം. അതനുസരിച്ചാണ് നമ്മളുടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഡിസീസസും നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ജീനാണ്. അപ്പം ഒരു പേഴ്സൺ സോറയിൽ പ്രോമിനന്റ് ആയിട്ടുള്ള, അതായത് സോറയാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ജനറ്റിക് മെസ്സേജ് അവരിൽ കൂടുതൽ പ്രോമിനന്റ് സോറയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഡിസീസസ് അതേ രീതിയിൽ മോർ സോറിക് ഡിസീസസ് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കണ്ടീഷൻസിലാണെങ്കിൽ എക്സീമ, ഡെർമറ്റൈറ്റിസ്, ഇനി അത് കറക്റ്റ് ആവാതിരിക്കുമ്പോൾ അവർ നെക്സ്റ്റ് ലെവലിലോട്ടോ ടോൺസിലൈറ്റിസിലോട്ടോ ബ്രോങ്കൈറ്റിസിലോട്ടോ ഒക്കെ പോകും. അവിടെയും കറക്റ്റ് ആയി കഴിയാതെ വരുമ്പം പിന്നീട് കുറച്ചും കൂടി ഏജ് വരുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസിലോട്ട്, അതേപോലെ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലോട്ട്. ഇപ്പൊ ബ്രെയിനിലാണ് അവർക്ക് അഫെക്ഷൻ മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുമ്പോൾ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ. അപ്പം എല്ലാം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിരിക്കും അവരിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അതുമായിരിക്കും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട്. അതായത് ഇപ്പോഴും നമ്മളുടെ അടുത്ത് മിഡിൽ ഏജ് ഒരു 40സിലോ 50സിലോ വരുന്ന ആള് ഇങ്ങനത്തെ കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ഹീസ് മോർ സോറിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഏജിലായിരിക്കും ആ വ്യക്തി സൈക്കോട്ടിക് കണ്ടീഷനിലോട്ടും പ്രഷർ, ഷുഗർ പോലെയുള്ള കണ്ടീഷനിലോട്ടും, പിന്നീടായിരിക്കും ഒരു 70, 80സിലൊക്കെ ആയിരിക്കും അവർ സിഫിലിറ്റിക് കണ്ടീഷനിലോട്ട് പോവുക. നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ പാരൻസിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുമായിരുന്നു മുത്തച്ഛൻ 90 ഇയേഴ്സിലും നടക്കുമായിരുന്നു, വലിയ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അവരിൽ കൂടുതലും ആ സോറയായിരുന്നു പ്രോമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും കേൾക്കണത് എന്താ, ഹാർട്ട് ഡിസീസസും ഈ സൈക്കോട്ടിക് പോലെയുള്ള ഇതായിരിക്കും പ്രോമിനന്റ് ആയിട്ട് കാണാം. അപ്പം ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ വളരെ യങ് ഏജിൽ തന്നെ BP, ഷുഗർ ഒക്കെ ഉണ്ടായി എന്ന് പറയുന്ന കണ്ടീഷൻസ്. അതേപോലെ മറ്റൊരു സ്റ്റേജ് ആണ് ഫാസ്റ്റ് പ്രോഗ്രസിങ് ഡിസീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സോറ. ഈ പേഴ്സണിൽ സിഫിലിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതായത് ജനറ്റിക് ഹിസ്റ്ററി അനുസരിച്ച് അവരുടെ സിഫിലിസ് ആണ് മോർ പ്രോമിനന്റ് ആയിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസ് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറ എല്ലാവരിലും ഉണ്ടാവും. അപ്പം ചെറിയൊരു ഫീവർ വന്നു കഴിഞ്ഞാലും അത് ഉടനെ നെക്സ്റ്റ് സിഫിലിറ്റിക് കണ്ടീഷനിലോട്ട് പോകും. അപ്പം സോറയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറ എപ്പോഴും സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. ഒരു അക്യൂട്ട് ഡിസീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അക്യൂട്ട് ഡിസീസിനെ പറ്റി പറയുക തന്നെ ഈ അക്യൂട്ട് ഡിസീസ് ഒന്നെങ്കിൽ റിക്കവറിയിലോട്ട് പോകും അല്ലെങ്കിൽ ഡെത്തിലോട്ട് പോകും എന്നാണ് അതിന്റെ ഡെഫിനീഷൻ എന്ന് തന്നെ പറയാം. അപ്പം അത് സോറിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ആ ഡിസീസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് റിക്കവറിയിലോട്ട് പെട്ടെന്ന് പോകും. അതേ സമയത്ത് ആ ഒരു പേഴ്സന്റെ ജനറ്റിക് കോഡിൽ കൊടുത്തിരിക്കുന്ന മോർ സിഫിലിറ്റിക്, അതായത് പാരൻസിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നിരിക്കുന്നത് അവർക്ക് സിഫിലിറ്റിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സിഫിലിറ്റിക് മയാസത്തിലോട്ട് ഷിഫ്റ്റ് ആവുകയും ആ ഒരു സോറയിൽ സിഫിലിറ്റിക് കണ്ടീഷനിലോട്ട് പോകും. അങ്ങനത്തെ ഇത് പെട്ടെന്ന് സിവിയർ കണ്ടീഷൻ ആവുകയും നമ്മൾ മോർ കെയർഫുൾ ആയിരിക്കണം. അതായത് മോർ ഫാസ്റ്റ് പ്രോഗ്രസിങ് ഡിസീസ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ പോലും ചിലരിലും ഇവരിൽ സിഫിലിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് പെട്ടെന്ന് സീരിയസ് ആവുന്നു. അല്ലെങ്കിൽ ഒരു ഇന്നത്തെ വരുന്ന പണ്ടൊക്കെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് പറയാറുണ്ടായിരുന്നു. ഈ വൈറൽ ഡിസീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്യൂർ കിട്ടും എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സിവിയർ ആവില്ല. ഇന്ന് ചെറിയൊരു വൈറൽ ഫീവറോ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സിഫിലിറ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മോർ സീരിയസ് കണ്ടീഷനിലോട്ടും കൂടുതൽ എമർജൻസിയിലോട്ടും ഒരുപാട് ഡെത്തിലോട്ടും പോകുന്നു. കാരണം അവിടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ സിഫിലിറ്റിക് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ഒരു ചേഞ്ച് വന്നു എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിരിക്കുന്നത് മോർ സിഫിലിറ്റിക് ടെൻഡൻസിയാണ്. കാരണം നമ്മൾ ഏതൊരു ഫാമിലി എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് ക്യാൻസർ ഇല്ലാത്ത ഒരു ഫാമിലി ഇല്ല.
അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള റീനൽ ഡിസീസസോ അല്ലെങ്കിൽ പത്തോളജിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഫാമിലിയിൽ. അപ്പം ഈ ജനറ്റിക് ചേഞ്ച് വന്നിട്ടുള്ള കണ്ടീഷനാണ് നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത്. അപ്പം കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് സിഫിലിസ് ആയിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ അവരുടെ മോർ സിഫിലിറ്റിക് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് അവർക്ക് ഒരു സോറിക് ഡിസീസ് വന്നു കഴിഞ്ഞാലും അവർ പെട്ടെന്ന് തന്നെ അത് സിഫിലിറ്റിക്കിലോട്ട് കണ്ടീഷനിലോട്ട് പോവുകയും സോറോ സിഫിലിറ്റിക് ആയിട്ട് സീരിയസ് കണ്ടീഷനിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് സോറി കണ്ടീഷൻ വരുമ്പോൾ സോറയാണെന്ന് പറഞ്ഞിരിക്കാണ്ട് ഈച്ച് ആൻഡ് എവരി കേസിൽ, കാരണം നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ മോർ പ്രോമിനന്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം വൈൽ ട്രീറ്റിംഗ് സോറിക് ഡിസീസ് എന്ന് പറയാനുള്ള റീസൺ. കാരണം അത് സിഫിലിറ്റിക് ആവാനുള്ള ഒരു സോറോ സിഫിലിറ്റിക്കിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടിയുണ്ട്. നെക്സ്റ്റ് ഒന്നാണ് സൈക്കോസിസ് പ്രോമിനന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്. അതാണ് നമ്മൾ ഈ കുറച്ചൊരു 4-5 അല്ലെങ്കിൽ ഒരു 10 years ബാക്ക് കണ്ടുകൊണ്ടിരുന്നത് സൈക്കോസിസ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. അതായത് ഒരു പേഴ്സൺ വരാണെങ്കിൽ BP ആയിട്ട് വരും, ഒരു കുറച്ച് മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിയുമ്പം അത് കറക്റ്റ് ആവും, അത് കഴിയുമ്പം ഷുഗറിലോ ഡയബറ്റിക് ആവും, അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ആയിട്ട് വരും. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ കോൺസ് അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് പോവുമെങ്കിൽ പോലും അതൊരു സൈക്കോട്ടിക് ഡിസീസസ് ആയിരിക്കും കൂടുതൽ. അതായത് മിഡിൽ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്ന ഡിസീസ് ഇന്ന് അത് കൂടുതൽ കോമൺ ആയിട്ട് യങ്ങർ ഏജിലും കാണുന്നുണ്ടെങ്കിൽ പോലും സൈക്കോട്ടിക് ഡിസീസ് ആകുമ്പം ഒരു കണ്ടീഷനിൽ നിന്ന്, അതായത് സ്കിന്നിലാണ് എങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന സൈക്കോട്ടിക് കണ്ടീഷൻസ്, വാട്സ് ഉണ്ടാകാം അല്ലെങ്കിൽ കീലോയിഡ് ഉണ്ടാവാം. അതേപോലെ അത് നെക്സ്റ്റ് ഒരു ഓർഗനെ അഫക്ട് ചെയ്യുമ്പം അവിടെ ഇപ്പം ലങ്സിനെ അഫക്ട് ചെയ്താൽ യൂട്രസിനെ അഫക്ട് ചെയ്താൽ ഫൈബ്രോയിഡ് യൂട്രസ് ആകാം, അല്ലെങ്കിൽ കിഡ്നീനെ ആണെങ്കിൽ കിഡ്നിയിൽ നമുക്ക് റീനൽ സ്റ്റോൺ ആയിട്ട് വരാം, ഗോൾ സ്റ്റോൺ ആയിട്ട് വരാം. അപ്പം ആ രീതിയിൽ സൈക്കോസിസ് മയാസിംസ് അതേ രീതിയിലുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഒരെണ്ണം മാറുമ്പോൾ അടുത്തതായിട്ട് വരുന്നത്. അവർ സൈക്കോസിസ് പ്രോമിനന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. അതിനെ നമ്മൾ സ്ലോ സൈക്കോട്ടിക് കേസസ് എന്ന് പറയും. മറ്റൊന്നാണ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സൈക്കോസിഫിലിറ്റിക് കേസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുമ്പം അവർക്ക് എല്ലാവരിലും സോറ ഉണ്ടാവും എന്ന് പറഞ്ഞു, ചെറിയൊരു ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ തന്നെ പിന്നീട് അവരിൽ സിഫിലിറ്റിക് കണ്ടീഷനോ അല്ലെങ്കിൽ സൈക്കോസിസ് ആയിരിക്കും പിന്നെ കാണാം. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്നത് മിക്കവാറും സൈക്കോട്ടിക് കണ്ടീഷൻ ആയിട്ടുള്ള BP ഉണ്ടാവും, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിരിക്കും ഒക്കെ. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് അറിയാണ്ട് വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സിഫിലിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ പെട്ടെന്ന് വളരെ യങ് ഏജ് ഗ്രൂപ്പിലാണ് കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നത്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് മോർ സിഫിലിറ്റിക് ആയതുകൊണ്ടാണ് അവർക്ക് ആ രീതിയിലുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെയുള്ള സഡൻ ഡെത്ത്സിനൊക്കെ കാരണമാവും. കാരണം നമ്മൾ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ മുന്നിൽ സൈക്കോസിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫസാഡ് ആണ്. അതായത് ഒരു റോങ് പെർസെപ്ഷൻ ആണ് നമുക്ക് തരാം, കുഴപ്പമില്ല ഇതേ രീതിയിലുള്ള അക്യുമുലേഷൻ ആണ് എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഡിസ്ട്രക്ഷൻ നമ്മളുടെ മുന്നിൽ കാണുന്നില്ല, കാരണം സൈക്കോസിസ് അതിനെ മറച്ചിരിക്കുകയാണ് ഈ സിഫിലിസിനെ. അപ്പൊ പെട്ടെന്ന് ഡെത്ത് ഒക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയാം അവിടെ സിഫിലിറ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള റീസൺ. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് അറിയാനും നമുക്ക് കഴിയില്ല. അപ്പം നമ്മൾ ഈച്ച് ആൻഡ് എവരി കേസിൽ ഏതാണ് പത്തോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഉള്ളതാണ് സിഫിലിറ്റിക്. സിഫിലിറ്റിക്കിന് ഡിഫറെന്റ് ഗ്രഡേഷൻ ഉണ്ട്. അതായത് 7 അതിനെ തിരിച്ചിട്ടുണ്ട്: എക്സാഗ്രേഷൻ, ഡിസ്റ്റോർഷൻ, പെർവേർഷൻ, ഹിസ്റ്റീരിക്കൽ, ഡിസ്ട്രക്ഷൻ, ഓട്ടോ ഇമ്മ്യൂൺ, അതേപോലെ ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പനിയൊക്കെ വരുമ്പം എക്സാഗ്രേഷൻ അവിടെ സോറയുടെ മയാസം കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ സോറോസിഫിലിറ്റി നമ്മൾ ഫാസ്റ്റ് മൂവിങ് സോറോസിഫിലിറ്റിക് കേസസ് പറഞ്ഞു. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു കൂടുതൽ സ്ലൈഡ് ഉണ്ടോ ഡോക്ടർ? ഇനി ഇല്ല, ജസ്റ്റ് ഒരു 2-3 ടൈം ആയോ? നമുക്ക് ഇനി 8 മിനിറ്റ് ആണ് ഉള്ളത്. ഓക്കെ ഇതിൽ തന്നെ പറഞ്ഞിട്ട് നിർത്താം. അല്ല, സ്പീഡിൽ പോകണമെന്നില്ല, അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. ഇല്ല, ജസ്റ്റ് ഈ ഒരു ഇതില് പറഞ്ഞു നിർത്താം, കുഴപ്പമില്ല. അല്ല, അടുത്ത ക്ലാസ് വെക്കണേ അങ്ങനെ വെക്കാം. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്ലാസ് ആണിത്, നല്ല പ്രയോജനമുണ്ട്. അതുകൊണ്ട് അത് ജൽദി വെച്ച് തീർക്കേണ്ട ഡോക്ടർ. നമുക്ക് ക്ലാസ് ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അതെ യെസ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ശരിക്കും 7 മിനിറ്റ് ആണ് ഉള്ളത്. അതില് ഒരു ഡിസ്കഷൻ പാർട്ട് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ ഒരു ഇതുണ്ട്.
ഓക്കെ. അപ്പം അതല്ലേ നല്ലത് ഡോക്ടറെ. ഇവിടെ മുതല് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാമായിരുന്നു അടുത്ത ക്ലാസ്. അല്ലെങ്കിൽ ഡോക്ടർ ഇത് സ്പീഡിൽ പറയും, അപ്പൊ എല്ലാവർക്കും അത് പ്രയോജനം കിട്ടത്തില്ല. ഓക്കെ. അപ്പം നെക്സ്റ്റ് ബാക്കി നെക്സ്റ്റ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ്. ഇതുവരെ അതാ. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിഫിലിറ്റിക് മയാസം നമുക്ക് സിഫിലിസ് നെക്സ്റ്റ് ഇതില് നോക്കാം. അപ്പൊ അതായിരിക്കും ഇതുവരെ നല്ലത്. അതെ ഷുവർ. ഇതുവരെയുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു. സാധാരണ നമുക്ക് കിട്ടുന്നതിനും നല്ലൊരു ക്ലാസ്സാണ് ഇതിന് മിയാസത്തിൽ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഓടിച്ചു തീർത്താല് ശരിയാകത്തില്ല. അതെ. അപ്പൊ ഇത് ഇത്രയും ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിലോ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തു. ഇപ്പൊ ഡോക്ടർ ക്ലോസ്ഡ് ആണ്. ഡോക്ടറെ സംസാരിക്കാം. ഡോക്ടറെ ഡോക്ടർ സംസാരിക്കാം. കേൾക്കുന്നില്ലേ? മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. അയ്യോ. റോഷി, പ്രമോദ് ഡോക്ടറുടെ ഇന്നത്തെ ഈ സെഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു അത്യന്താധുനിക ഹോമിയോപ്പതിയുടെ ഒരു മുന്നേറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രസന്റേഷനായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ജേക്കബ് സാറൊക്കെ പലതും പഠിപ്പിച്ചു പറഞ്ഞു, പക്ഷെ എല്ലാവർക്കും അവിടെയൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരു ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ് ഇതുവരെ തോന്നിയിരുന്നത്. പക്ഷെ അതിനെ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലോട്ട് ഡോക്ടർ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പ്രസന്റേഷനുകൾ നമ്മളുടെ ഈ ഹോമിയോപ്പതിയുടെ ഉള്ളറകളിൽ കിടക്കുന്ന രഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങൾ നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് ഉപകാരപ്പെടും. തീർച്ചയായും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വേണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഡോക്ടറെ, ഡോക്ടറിന്റെ മൈക്ക് ശരിയായോ? ഡോക്ടറെ, അനി രാജൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സംസാരിക്കുകയാണ്, കോൺഫറൻസ് ആണ്. രാജൻ ഡോക്ടർ തിരിച്ചു വന്നായിരുന്നോ? രാജൻ ഡോക്ടർ സംസാരിക്കാം. ഡോക്ടറാണ്. ഡോക്ടറുടെ മൈക്ക് പിന്നെയും പണിയാണ്. രാജൻ ഡോക്ടർ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്തില്ല. യെസ്. ഏലം ഡോക്ടർ ഈ IFH വേദിയിൽ വരാൻ വളരെ വൈകിപ്പോയി എന്നുള്ള ഒരു വിഷമം. ഡോക്ടർ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ യൂണിറ്റിൽ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് കൊടുങ്ങല്ലൂർക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഡോക്ടർ ഇത്ര വിദഗ്ധമായ ക്ലാസ് അവതരിപ്പിക്കുന്ന ആളാണെന്ന്. കൊടുങ്ങല്ലൂർക്ക് അറിയില്ലായിരുന്നു. അതിനാൽ ഞാൻ ഡോക്ടർ ധനേഷിനെ ബന്ധപ്പെട്ട് വേദി ഒരുക്കിയതിൽ വളരെ സന്തോഷം. അത് വളരെയധികം ഗുണകരമായി എന്നുള്ള യാതൊരു സംശയമില്ല. വീണ്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ആരും തന്നെ കൊഴിഞ്ഞു പോയില്ല. ഞങ്ങളുടെ 56ഓളം പേരുകൾ വന്നെന്ന് തോന്നുന്നു. എല്ലാവരും ഈ അവസാനം വരെ കേട്ടിരുന്നു. ഡോക്ടർക്ക് വളരെയധികം നന്ദി. വീണ്ടും എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഡോക്ടർ ഭയങ്കര ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാന് വളരെ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ ഉയർന്ന നിലവാരം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ വന്നിട്ട് അതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷനും ഫൈബറിനും ഇത് എലാസ്റ്റിനും എല്ലാം കൂടെ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ എനിക്ക് ഇത്ര നല്ല രീതിയിൽ ഇത്രയും നല്ലൊരു പ്രസന്റേഷൻ ഇതുവരെ കേട്ടിട്ടില്ല. അതിന്റെ അത്യാധുനിക നിലയിൽ അതിനെ വിവരിക്കാനും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയം, നമ്മളിപ്പോ ഒരു സിഫിലിറ്റിക് കേസ് ട്രീറ്റ് ചെയ്തു. സിഫിലിറ്റിക് മയസം ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ, അപ്പൊ അതിലൊരു തിരിച്ചു വരുന്നുണ്ട്, നമ്മള് സുഖപ്പെട്ട് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം ജനറ്റിക്കൽ ചേഞ്ചസ് വരുന്നുണ്ടെന്നാണോ? ജനറ്റിക്കൽ റീജനറേഷൻ അല്ലെങ്കിൽ ജീൻസിന്
അതിന്റെ തിരിച്ച് ഉള്ള ഒരു പൊസിഷനിലോട്ട് എത്തുന്നുണ്ടോ? റിസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. റിസ്റ്റോറേഷൻ, ദ വേർഡ് ഈസ് റിസ്റ്റോറേഷൻ നടക്കുന്നുണ്ടെന്നാണോ ഡോക്ടറെ കാഴ്ചപ്പാട്? ശരിക്കും പറയുകയാണെങ്കിൽ സിഫിലിറ്റിക് കണ്ടീഷൻസ് വന്നു കഴിയുമ്പം നമ്മളുടെ കറക്റ്റ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു റിവേഴ്സൽ വരും. പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് എത്രമാത്രം പത്തോളജിക്കലായി, അല്ലെങ്കിൽ ഇപ്പം ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ സിഫിലിറ്റിക് ഒരു ഇതാണ്, അവിടെ ആ ഒരു ചേഞ്ചിൽ ആ പേഴ്സൺ ഹെൽത്തി ആയിട്ട് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണിത്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി മാറി കംപ്ലീറ്റ്ലി പ്രോപ്പർ നോർമൽ ആവാന്നുള്ളൊരു സ്റ്റേജ് അതിൽ വരില്ല. അപ്പം ആ ഒരു ഡിസീസ്, ക്യാൻസർ എന്നോ ഇതിനും ആ ഒരു രോഗം എങ്ങനെയാണോ ആ പേഴ്സണിനെ ഡിസീസ്ഡ് ആക്കി നിർത്തുന്നത്, അതിന്റെ സീരിയസ്നെസ് അതെല്ലാം മാറി ആ പേഴ്സൺ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക. അതിന്റെ ചിലപ്പോൾ അവിടെ ട്യൂമർ റിമെയിൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സൈസിൽ വലിയ വേരിയേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ റിപ്പോർട്ട്സിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷെ ആ പേഴ്സൺ ആസ് സച്ച് ഹെൽത്തി ആയിട്ട് ലീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ, അതായത് മൈൻഡിന് റിലീഫ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ പത്തോളജിക്കൽ പ്രോസസ്സിലും നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. പക്ഷെ ഏജ് അനുസരിച്ചും അതേപോലെ ആ ഡിസീസ് എത്രമാത്രം പുരോഗമിച്ചു എന്നനുസരിച്ച് ആ ഒരു കംപ്ലീറ്റ് റിവേഴ്സൽ എത്രമാത്രം നടക്കും എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടിസം പോലെയുള്ള കേസ്, അങ്ങനത്തെ കേസിൽ നമ്മൾ നോക്കുമ്പം കൂടുതലും കാണാൻ എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ അവർക്ക് പറ്റും. അതേപോലെ എന്നാൽ അവര് നോർമൽ ആയിട്ടുള്ള കുട്ടികളെ പോലെ അത്രയും ചേഞ്ച് വന്നോ എന്ന് ചോദിച്ചാൽ ആ രീതിയിലായിരിക്കില്ല നമ്മൾ ആ ചേഞ്ച് കാണുന്നത്. പക്ഷെ അവരവരുടെ ഡേ ടു ഡേ ലൈഫ് ലീഡ് ചെയ്യുക, അവർക്ക് ഈ മെഡിസിൻസിന്റെ ഒന്നും ആവശ്യമില്ലാണ്ട് അവരുടെ കാര്യം സ്വയം ചെയ്യാൻ പ്രാപ്തരാകുക എന്നുള്ളൊരു സ്റ്റേജ് ആയിരിക്കും വരുന്നത്. എന്നാ അതേ രീതിയിൽ ചിലപ്പോൾ ഇപ്പം യങ്ങർ കുട്ടികളൊക്കെ വരുമ്പോൾ കുറെ കേസിൽ കണ്ടിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്നെസ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളിൽ ചിലപ്പോൾ കാഴ്ചയൊക്കെ തിരിച്ചു വരാം. അപ്പം ഏത് സ്റ്റേജിൽ നമ്മളുടെ അടുത്ത് എത്തി, അവരുടെ ഏത് രീതിയിലാണ് പ്രോഗ്രഷൻ, അതൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്. താങ്ക് യു. യെസ്, താങ്ക് യു സർ. ഡോക്ടർ ഞാൻ അഡ്മിറ്റ് ചെയ്തു. ഞാൻ കേൾക്കാമല്ലോ? കേൾക്കാം. ഞാൻ ഈ ഡോക്ടർ ഹ്യൂബർട്ട് ചോദിച്ച അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇവിടെയാണ് പ്രോബ്ലം ഉദിക്കുന്നത്. എന്നുവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. ഈ ഇതുപോലെ തന്നെ ട്യൂമറുകള്, ഈ തൈറോയിഡ് ട്യൂമറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനൊക്കെ നമ്മള് പേഷ്യന്റ് ഫീൽ ബെറ്റർ ആൻഡ് എവറിത്തിങ് ഈസ് നോർമൽ in normal life also. That patient is getting normal life. Even then നമ്മൾ അപ്പോഴാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇവരുടെ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ the tumor is there. So ആ സമയത്താണ് അവർ നമ്മൾ ഒരു അലോപ്പതി ഡോക്ടറെ ഇതുകൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയും ഇത് ട്യൂമർ ഇവിടെ തന്നെയുണ്ട്, ഇത് പ്രോബ്ലമാണ് ഇത്. അപ്പൊ ആ പേഷ്യന്റ് പറയാണ്, എനിക്ക് ഡോക്ടറെ നോർമൽ ആയിട്ടുള്ള എന്റെ എല്ലാം ചെയ്യാൻ പറ്റുന്നു, ഐ ഫീൽ ബെറ്റർ എന്ന് പറഞ്ഞാലും ആ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇത് അംഗീകരിക്കില്ല. ഡോക്ടർ പറഞ്ഞ ആ പോയിന്റ് വെച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. പത്തോളജി ഈസ് സ്റ്റിൽ ദയർ. പത്തോളജി സ്റ്റിൽ ദയർ നമുക്ക് പറയാൻ പറ്റത്തില്ല. പത്തോളജിക്ക് ചേഞ്ച് ഉണ്ടാവും, അതുകൊണ്ടല്ലേ പേഷ്യന്റ് ഫീൽ ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ ദാറ്റ് റെമനൻസ് വിൽ ബി ദയർ. അങ്ങനത്തെ കുറെ കേസുകൾ ഞാൻ ചികിത്സിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ അവര് അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കോളിലിത്യാസിസ് നമ്മൾ ചികിത്സിക്കുമ്പോൾ that stone is there, but the patient feel better and everything is normal, life is normal. But നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ that stone is there. See, that is the problem. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അതാണ് ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരെ നമുക്കിത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാര്യം അവർ പറയുന്നു അത് പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പേഷ്യന്റ് പറയുന്നു ഐ ഫീൽ ബെറ്റർ ആൻഡ് എവറിത്തിങ് ഈസ് നോർമൽ. ഡോക്ടർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതെ, തീർച്ചയായിട്ടും സർ. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം ക്യാൻസറിന്റെ ഒക്കെ 4th സ്റ്റേജ് ഒരു കേസില് ബ്രസ്റ്റ് ക്യാൻസർ CA ആയിട്ട് വന്നതാണ്. 4th സ്റ്റേജിലാണത് ആ പേഷ്യന്റ് പറയുന്നത് തന്നെ.
അപ്പം 4th സ്റ്റേജിൽ അത് വന്നപ്പം അതിന്റെ ഏകദേശം സൈസ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ എന്താ യൂഷ്വൽ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും ഹയർ ലെവലിലോട്ടായി. ചെറിയൊരു കോക്കനട്ടിന്റെ വലിപ്പമായ ഒരു ട്യൂമറാണ്. അതായത് നമ്മൾ സാധാരണ ട്യൂമർ ലെവലിൽ 1, 2, 3, 4 സ്റ്റേജസ് ഒക്കെ പറയുന്നതിൽ ആ നോഡിന്റെ സൈസ് പോലും അതിനെക്കാട്ടിലും കവറായി. അതായത് 3rd സ്റ്റേജ് കടന്നു. അപ്പം 4th സ്റ്റേജിൽ ആ ഈവൻ ട്യൂമറിന്റെ സൈസായി. ആ ഒരു പേഷ്യന്റ് എന്നാൽ ഫുള്ളി ഹെൽത്തി ആയിട്ട്, അതായത് കംപ്ലീറ്റ്ലി സ്വന്തം കാര്യം ചെയ്ത് നോർമലി നിൽക്കുകയാണ്. എന്നാൽ ആ പേഷ്യന്റ് എപ്പോഴാണോ ഇത് പുറത്ത് പറയുകയും അത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പം, കാരണം ബോഡി ഓട്ടോമാറ്റിക്കലി അതിനെ കോംപ്രമൈസ് ചെയ്ത് അവർ ഹെൽത്തി ആയിട്ട് നീങ്ങായിരുന്നു. അപ്പം ആ അലോപ്പതിക് ട്രീറ്റ്മെന്റ് അവർ എടുത്തു കഴിഞ്ഞപ്പം വിത്തിൻ 1 ഇയർ അവരുടെ ഡെത്തിലോട്ട് പോയി. അതായത് ആ ഒരു സ്റ്റേജിൽ അവർ ഹെൽത്തി ആയിട്ട് നീങ്ങുന്ന ആ ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ കീമോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇനിയിപ്പം ആ ട്യൂമർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ട്യൂമർ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ സ്പൈനൽ കോഡിൽ നെക്രോസിസ് വരാൻ തുടങ്ങി. അപ്പം ആ സ്പൈനൽ കോഡിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ മെഷ് ഇട്ട്, അതായത് സ്പ്രിങ് ഇട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ സർജറി ചെയ്തു. അതിന്റെ സർജറി ചെയ്തിട്ടും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പം ഫീമർ ഓഫ് ദ ഫീമറിന്റെ ഹെഡില് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ സർജറി ചെയ്തു. അങ്ങനെ 3 സർജറി വിത്തിൻ 1 മന്ത് ആ പേഷ്യന്റിന് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നെക്സ്റ്റ് അവര് റേഡിയേഷൻ ചെയ്തു. ഈ റേഡിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്നത് ട്യൂമർ ഓഫ് ബ്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്റ്റേജിൽ അവർ ഹെൽത്തി ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിത്തിൻ 2 മന്ത്സ് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലങ്സ് നോക്കിക്കഴിഞ്ഞപ്പം ലങ്സിന്റെ കംപ്ലീറ്റ് ഡിറ്റോറിയേഷൻ അവിടെ നടന്നു. പിന്നെ അവർക്ക് ബ്രീത്തിങ്ങും എല്ലാം ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പം നെക്സ്റ്റ് വിത്തിൻ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ, കീമോതെറാപ്പി ഒരു 2 മന്ത്സ് എടുത്തു. അത് കഴിഞ്ഞ് സർജറി ആയിട്ട് 1 മന്ത് പോയി. അത് കഴിഞ്ഞ് ഒരു 2 മാസം ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ മോർ ദാൻ ഒരു 1 ഇയർ കൊണ്ട് ആ പേഷ്യന്റിന്റെ ഡെത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അതേ സമയത്ത് ആ ഒരു ട്യൂമറിൽ നമ്മൾ തൊടാണ്ടിരുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യന്റ് ഇന്നും ബെറ്റർ ആയിട്ട് ജീവിച്ചിരുന്നേനെ. പക്ഷെ അലോപ്പതി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മോഡേൺ മെഡിസിന്റെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ചെയ്യാനുള്ളത്, ഡോക്ടേഴ്സ് പറഞ്ഞത് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അത്രയും ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിയതും തൊടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ പേഷ്യന്റിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്ന സ്റ്റേജ് ആയിരുന്നു. അപ്പം ആ രീതിയിലുള്ള അടുത്ത ടൈം. അതെ അങ്ങനെ പേഷ്യന്റ് വിട്ടുപോയിട്ടുണ്ട്. അവര് അതെ വിട്ടുപോയിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്നും. നമ്മൾ വി വിൽ ട്രൈ ടു കൺവിൻസ് ദം ദാറ്റ് യു ആർ ഓൾ റൈറ്റ്, നിങ്ങൾക്ക് യു ആർ ഫീലിംഗ് വെൽ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ പറ്റി ചിന്തിക്കുന്നത്, എന്തിനാണെന്ന് ചോദിച്ചാൽ പോലും ദാറ്റ് പേഷ്യന്റ് ഈസ് സസ്പീഷ്യസ്. ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ സാറേ. സമയം ഞാൻ തന്നെയാണോ പറയണ്ടേ? പിന്നെ സാറ് അല്ല ഡോക്ടറെ, ഞാൻ ഇതുവരെ ഡോക്ടറെ പരിചയപ്പെട്ടിട്ടില്ല. ഡോക്ടറെ എനിക്കൊന്നും ഇതിനു മുമ്പ് ഈ ഫോറത്തിൽ വന്നിട്ടുണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ എനിവേ യുവർ നരേഷൻ റിഗാർഡിംഗ് ദി മയാസം ഈസ് വെരി ഗുഡ്, ഈവൻ ദോ ഇറ്റ് ഈസ് പ്രഫുൽ വിജയക്കർ ഐഡിയോളജി. ബട്ട് your explanation regarding this miasm is very nice. Really, I am congratulating you. You come again and you have a bright future. Doctor, thank you very much for your. Thank you, sir. നന്ദി അറിയാം സാറ്. Thank you, sir. ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരികയും ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുകയും ചെയ്ത ഡോക്ടർ റോഷ്നി പ്രമോദ്, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ സെക്കൻഡ് പാർട്ട് ഇതുപോലെ വിശദമായിട്ട് വീണ്ടും എടുത്തു തരണം എത്രയും വേഗം. രമേശ് ഡോക്ടർ അങ്ങനെ ഇന്നത്തെ ഈ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1563 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.